നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക് HSS സോഷ്യൽ സയൻസ് പരീക്ഷയിൽ ഏറ്റവും നിർണായകമായ ഒരു മേഖലയാണ് ജോഗ്രഫി. അതിൽ തന്നെ വേൾഡ് ജോഗ്രഫി അല്ലെങ്കിൽ ലോക ഭൂമിശാസ്ത്രം പഠിക്കണം, ഇന്ത്യൻ ഭൂമിശാസ്ത്രം പഠിക്കണം, കേരള ഭൂമിശാസ്ത്രം പഠിക്കണം. അതിൽ തന്നെ വേൾഡ് ജോഗ്രഫി അല്ലെങ്കിൽ ലോക ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പുതിയ SCERT സ്കൂൾ ടെക്സ്റ്റിലെ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും ഉൾപ്പെടെയുള്ള ചാപ്റ്ററുകൾ കൂടി ഈ ക്ലാസ്സിൽ ഉടനീളം ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ക്ലാസ്സിന്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ എല്ലാ ദിവസവും സൗജന്യ ആനുകാലിക സംഭവങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട മൈക്രോ നോട്ട്സുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായി വായനയിൽ ഉൾപ്പെടുത്തി പഠിച്ചു പോവുക. ഏറ്റവും പ്രധാനപ്പെട്ട പോർഷനാണ് അവിടെ കവർ ചെയ്തു പോകുന്നത്. ഏകദേശം 26,000-ലധികം ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ തന്നെ അത് കൃത്യമായി ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുന്നു. ഇനി HSS സോഷ്യൽ സയൻസിന് ഇനി അധിക ദിവസമില്ല. അപ്പൊ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ഒരു ടെസ്റ്റ് സീരീസ് ബാച്ച് കൂടി നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. 3 തരത്തിലാണ് നിങ്ങൾക്ക് എക്സാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ഒന്ന്, ഡെയിലി ഫോളോ അപ്പ്. നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കും. അതിനകത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കാണും, പഠിക്കാത്ത കാര്യങ്ങൾ കാണും, അപ്പൊ പ്രധാനപ്പെട്ട SCERT പോർഷൻ കാണും. അതെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ഡെയിലി ഒരു ഫോളോ അപ്പ് എക്സാം ഉണ്ടായിരിക്കും. അത് ഡെയിലി ഒരു ടാർഗറ്റ് എക്സാം പോലെ രാവിലെ 5 മണിക്ക് അപ്ഡേറ്റ് ചെയ്യും മെറ്റീരിയൽസും ക്ലാസ്സും. അത് കൃത്യമായിട്ട് നിങ്ങൾ കണ്ട് റിവൈസ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യണം. അതുകൂടാതെ ട്രെൻഡ് അനലൈസ് ചെയ്യുന്ന മൈക്രോ എക്സാം ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള കണ്ടന്റ് ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്യുന്ന മൈക്രോ എക്സാം ഒരു ദിവസം കണ്ടക്ട് ചെയ്യും. ദെൻ ഇതെല്ലാം നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ മാർക്കിനെ ഉയർത്തണം, പ്രോഗ്രസ് ആക്കണം. അതിനുവേണ്ടി പ്രോഗ്രസ് ട്രാക്കർ എക്സാം ഉണ്ട്. ഇതെല്ലാം OMR മോഡലിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്ത് പോകണം. അപ്പൊ ഈ ടെസ്റ്റ് സീരീസ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന 9072728242 നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അപ്പം നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ആദ്യം ഈ പറഞ്ഞ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസ് ആയ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്താണ്? ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫി വേറെ ഒന്നുമില്ല. ഭൂമിയുടെ നമ്മൾ ജീവിക്കുന്ന ജീവമണ്ഡലം എന്നറിയപ്പെടുന്ന അന്തരീക്ഷത്തിലെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലം ഉണ്ടല്ലോ. ആ അന്തരീക്ഷത്തിൽ ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നുണ്ട്. ആ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഉപരിതലത്തിലെ വസ്തുക്കളുടെ ഭൗതികവും രാസപരവുമായ മാറ്റങ്ങളെയും അവയുടെ സ്വഭാവ സവിശേഷതകളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേരാണ് ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഭൂമിയെക്കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം. ഇനി ജിയോ എന്നും ഗ്രാഫി എന്നും പറയുന്ന 2 ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ജോഗ്രഫി എന്ന പദം ഉണ്ടായത്. എന്റെ കൂടെ പറയണേ, ജിയോ എന്നും ഗ്രാഫി എന്നും 2 ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ജോഗ്രഫി ഉണ്ടായത്. ജിയോ എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ്, ഗ്രാഫിയ അല്ലെങ്കിൽ ഗ്രാഫോസ് എന്ന് പറഞ്ഞാൽ വിവരണം എന്ന. അപ്പം ഭൂമിയെ പറ്റി വിവരണം നടത്തണമെങ്കിൽ ഭൂമിയെ പറ്റി അറിവുണ്ടായിരിക്കണം. അപ്പൊ ഭൂമിയെ കുറിച്ച് പഠിക്കണം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഗ്രീക്ക് പണ്ഡിതനായ ഇറാസ്തോസ്തെനീസ് ആണ് ഭൂമിശാസ്ത്രം എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത്. അപ്പൊ ഭൂമിശാസ്ത്രം എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചതാരാ? അത് ഇറാസ്തോസ്തെനീസ് ആണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ജിയോ പ്ലസ് ഗ്രാഫി. ജിയോ എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ്, ഗ്രാഫിയ അല്ലെങ്കിൽ ഗ്രാഫോസ് എന്ന് പറഞ്ഞാൽ വിവരണം എന്നാണ്. അപ്പോൾ ഭൂമിയെക്കുറിച്ചുള്ള വിവരണം, അപ്പോൾ ഭൂമിയെക്കുറിച്ചുള്ള പഠനമാണെന്ത് ജോഗ്രഫി എന്നറിയപ്പെടുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ പറയുന്ന ഭൂമിശാസ്ത്രം എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പം SCERTയിൽ ഓരോ സ്കൂൾ ടെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ വായിക്കുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില വാക്കിൽ തന്നെ അതിന്റെ മീനിങ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ പുതിയ SCERT സ്കൂൾ ടെക്സ്റ്റ് ചാപ്റ്റർ ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുത, ദിന അന്തരീക്ഷ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ ഒരു ദിനം എന്ന് പറഞ്ഞ ഒരു ദിവസമാണ്. ഒരു ദിവസത്തിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിന്റെ അവസ്ഥ അറിയപ്പെടുന്ന പേരെന്താ? അതാണ് ദിനാന്തരീക്ഷ സ്ഥിതി. ആ പേരിൽ തന്നെ ഉണ്ട് ദിന അന്തരീക്ഷ സ്ഥിതി. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അപ്പൊ ആ മീനിങ് തന്നെ ആ വേർഡിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് ചെല്ലാൻ പറ്റും. ഇനി മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമാണ് ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻകാല വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യുക? നമ്മുടെ മനസ്സിൽ ഒരു ലോജിക് ആയിട്ട്, ഒരു കോമൺ സെൻസ് ആയിട്ട് ഒന്ന് വായിച്ചു നോക്കുക. ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദൈനത്തിൽ മീൻസ് ഒരു ദിവസത്തിൽ ഒരു പ്രദേശത്ത് അനുഭവപ്പെട്ട താപത്തിലുള്ള വ്യത്യാസം, അതായത് കൂടിയ താപനിലയും
കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെ അറിയപ്പെടുന്ന പേരാണ് ദൈനിക താപാന്തരം. അപ്പൊ നമ്മൾ എങ്ങനെയാ അത് ആ സ്കൂൾ ടെക്സ്റ്റിൽ ഈ പറയുന്ന സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തപ്പോണ്ട് ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില. അപ്പൊ കൂടിയ താപനിലയിൽ നിന്ന് കുറഞ്ഞ താപനില കുറയ്ക്കുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് ദൈനിക താപാന്തരം. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. ദൈനിക ശരാശരി താപനില എന്ന് ചോദിച്ചാലോ, ഒരു പ്രദേശത്തെ ദൈനിക ശരാശരി താപനില എടുക്കുന്നത് അവിടുത്തെ കൂടിയ താപനിലയോടൊപ്പം കുറഞ്ഞ താപനില കൂട്ടിയിട്ട് അതിനെ എന്തുകൊണ്ട് ഹരിക്കണം? 2 കൊണ്ട് ഹരിക്കണം. ഇങ്ങനെയാണ് 10ാം ക്ലാസ്സിലെ പുതിയ SCRT ഉൾപ്പെടെ കൊടുത്തേക്കുന്നത്. അവിടെ കൊടുത്തേപ്പോണ്ട് എന്താണ് കാറ്റ്, എന്താണ് വായു പ്രവാഹം, എന്താണ് കാലാവസ്ഥ, ഹീറ്റ് ബജറ്റ് എന്നാൽ എന്താണ്, വിൻഡ് വെയിനും അനിമോമീറ്ററും തമ്മിലുള്ള വ്യത്യാസം ഉൾപ്പെടെയുള്ള കണ്ടന്റുകൾ ബോക്സിൽ കൊടുത്തേപ്പോണ്ട്. വിൻഡ് വെയിൻ എന്ന് പറഞ്ഞാൽ കാറ്റിന്റെ ദിശ മനസ്സിലാക്കുന്ന ഉപകരണത്തെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? വിൻഡ് വെയിൻ. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാറ്റിന്റെ വേഗതയാണ് എന്ത്? അനിമോമീറ്റർ. കാറ്റിന്റെ ദിശ മനസ്സിലാക്കുന്നത് വിൻഡ് വെയിൻ ആണ്. അപ്പൊ അങ്ങനെ ചില കണ്ടന്റുകൾ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരും. അത് നിങ്ങൾ ഉറപ്പായിട്ടും എഴുതണം. അപ്പൊ നമുക്ക് വേണ്ട വസ്തുത ഈ പറയുന്ന ഭൂമിശാസ്ത്ര സമീപനങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു പോർഷൻ ഉണ്ട്. ഭൂമിശാസ്ത്ര പഠനത്തിന് നിലവിൽ പ്രധാനമായിട്ടും 2 സമീപന രീതികളാണ് ഉള്ളത്. ഒന്ന് വ്യവസ്ഥാപിത സമീപനവും മറ്റൊന്ന് മേഖലാ സമീപനവും. അപ്പൊ ഭൂമിശാസ്ത്ര പഠനത്തിന് നിലവിൽ 2 പ്രധാനപ്പെട്ട സമീപന രീതികളുണ്ട്. ഒന്ന് പേരെന്താ? വ്യവസ്ഥാപിത സമീപനം, രണ്ടാമത്തത് മേഖലാ സമീപനം. അപ്പൊ എന്താണ് ഈ വ്യവസ്ഥാപിത സമീപനം എന്ന് പറഞ്ഞാൽ? ഓരോ പ്രതിഭാസത്തെയും, ഈ പറയുന്ന ഭൂമിയിൽ നടക്കുന്ന ഓരോ പ്രതിഭാസത്തെയും ആഗോളതലത്തിൽ പഠിക്കുന്നു. തുടർന്ന് അതിന്റെ വ്യത്യസ്ത തരങ്ങളെക്കുറിച്ചും ക്രമങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുകയും ചെയ്യുന്ന സമീപനത്തിന്റെ പേരാണ് വ്യവസ്ഥാപിത സമീപനം എന്നറിയപ്പെടുന്നത്. ഈ വ്യവസ്ഥാപിത സമീപനം കൊണ്ടുവന്നത് ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ വേൺ ഹംബോൾട്ട് ആണ്. എന്ന് 1769 1859 ആണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. അദ്ദേഹം കൊണ്ടുവന്നതാണ് വ്യവസ്ഥാപിത സമീപനം. അപ്പൊ വ്യവസ്ഥാപിത സമീപനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഈ പറയുന്ന ഭൂമിയിൽ നടക്കുന്ന ഓരോ പ്രതിഭാസവും, അത് ഏത് പ്രതിഭാസം ആയിക്കോട്ടെ, ആ പ്രതിഭാസത്തെ ആഗോളതലത്തിൽ പഠിക്കുന്നു. ആഗോളതലത്തിൽ പഠിച്ചതിന് ശേഷം അതിന്റെ വ്യത്യസ്ത തരങ്ങളെക്കുറിച്ചും ക്രമങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുകയും ചെയ്യുന്ന സമീപനത്തിന്റെ പേരാണ് വ്യവസ്ഥാപിത സമീപനം. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടന്റിലേക്ക് പോവുക. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മേഖലാ സമീപനം. വേറെ ഒന്നുമില്ല, ലോകത്തെ പല മേഖലകളായി തരംതിരിക്കുന്നു. അപ്പൊ ചില ആളുകൾ മനസ്സിൽ വിചാരിക്കും സമയമേഖലകളാണോ? അല്ല, ഓരോ പ്രദേശത്തെ പല മേഖലകളായിട്ട് തരംതിരിച്ച് അതിൽ ഓരോ മേഖലയിലുമുള്ള ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് മേഖലാ സമീപനം. ഈ ഒരു പോർഷൻ നമ്മൾ കവർ ചെയ്യുമ്പം നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് കൺസെപ്റ്റ് ആണ് ഈ പറയുന്ന ഭൂമി. ഇപ്പൊ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഓരോ പ്രദേശത്തെ നമ്മൾ മേഖലകളായിട്ട് തരംതിരിക്കുമല്ലോ. അതിൽ ഭൂമധ്യരേഖ പ്രദേശമുണ്ട്. ഈ ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരാർദ്ധ പ്രദേശങ്ങളുണ്ട്, ദക്ഷിണാർദ്ധ പ്രദേശങ്ങളുണ്ട്. നമുക്കറിയാം ഭൂമി എന്നറിയപ്പെടുന്നത് ഒരു ഗോളമാണെങ്കിൽ അതിനെ 2ആയിട്ട് പകുത്താൽ മുകളിലത്തെ ഭാഗത്തെ അറിയപ്പെടുന്ന പേര് ഉത്തരാർദ്ധ ഗോളം, താഴത്തെ ഭാഗത്തെ അറിയപ്പെടുന്ന പേര് ദക്ഷിണാർദ്ധ ഗോളം. ഭൂമി എന്നറിയപ്പെടുന്നത് സൂര്യനിൽ നിന്ന് ഒരു പൊട്ടിത്തെറിയുടെ ഭാഗമായി ഉണ്ടായി എന്ന് കരുതപ്പെടുന്ന സിദ്ധാന്തത്തിന്റെ പേരാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം. ഒരു പൊട്ടിത്തെറിയുടെ ഭാഗമായിട്ട് സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ച് ആരുണ്ടായി? ഭൂമി ഉണ്ടായി. കാലക്രമേണ ഭൂമി തണുത്ത് നമ്മൾ ഇന്ന് കാണപ്പെടുന്ന നീലഗ്രഹം എന്നറിയപ്പെടുന്ന ജലഗ്രഹമായി മാറി എന്ന് പറയുന്ന സിദ്ധാന്തമുണ്ട്. പിന്നീട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഭൂമിയുടെ ഉത്ഭവ സമയത്ത് ഒരു സമുദ്രഭാഗം ഉണ്ടായിരുന്നു, ഒരു വൻകര ഭാഗം ഉണ്ടായിരുന്നു. ആ വൻകര ഭാഗത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? പാഞ്ചിയ എന്നാണ്. ഈ പാഞ്ചിയയെ ചുറ്റി ഒരു സമുദ്രഭാഗം ഉണ്ടായിരുന്നു. ആ സമുദ്രഭാഗത്തിന്റെ പേരാണ് പന്തലാസ. അപ്പൊ മാതൃഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് പാഞ്ചിയ, മാതൃഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് പാഞ്ചിയയും മാതൃസമുദ്രം എന്നറിയപ്പെടുന്നത് പന്തലാസയും. ഈ പാഞ്ചിയ തെതിസ് നദിയുടെ സഹായത്തോടു കൂടി 2 ഭാഗമായിട്ട് മാറും, ലൗറേഷ്യയും ഗോണ്ട്വാന ലാൻഡും. പിന്നീട് കാലക്രമേണ ഇന്ന് നമ്മൾ കാണപ്പെടുന്ന പല വൻകരകളായി മാറി എന്ന് പറയുന്ന സിദ്ധാന്തത്തിന്റെ പേരാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം. തിരിഞ്ഞു പോരുത്, വൻകര വിസ്ഥാപന സിദ്ധാന്തം വേറെ, ഫലക ചലന സിദ്ധാന്തം വേറെ. ഫലക ചലന സിദ്ധാന്തത്തെ പറ്റി പറയുമ്പം 3 ഫലക ചലനങ്ങളാണ് ഉള്ളത്. ഒന്ന് വിയോജക ഫലകം അല്ലെങ്കിൽ വിയോജക സീമ, സംയോജക സീമ, ഛേദക സീമ. ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് റിവിഷൻ നടത്താൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ മേഖലാ സമീപനം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയിൽ ഓരോ മേഖലകളായിട്ട്, ഓരോ പ്രദേശത്തെ മേഖലകളായിട്ട് തിരിച്ച് അതിൽ ഓരോ മേഖലയിലുമുള്ള ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്ന രീതി അറിയപ്പെടുന്ന പേര് മേഖലാ സമീപനം എന്നാണ്. ഈ മേഖലാ സമീപനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്
കാൾ റിട്ടർ ആണ്. ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായ കാൾ റിട്ടർ ആണ് മേഖലാ സമീപനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി അവിടെ SCERT സ്കൂൾ ടെക്സ്റ്റിലും NCERT സ്കൂൾ ടെക്സ്റ്റിലും ഒന്നും പ്രതിപാദിക്കാത്ത നമ്മുടെ സിലബസിലുള്ള കണ്ടന്റ് ആണ് നവനിയതവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, ഈ ആശയത്തിന് ഉപജ്ഞാതാവ് ഗ്രിഫിത്ത് ടൈലർ. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, ഞാനും നിങ്ങളൊക്കെ മനുഷ്യരാണ്, ശരിയാണല്ലോ. ഈ മനുഷ്യര് പ്രകൃതിയെ അനുസരിക്കുന്നതിലൂടെ അതിനെ കീഴ്പ്പെടുത്താനാകും എന്ന് പ്രതിപാദിക്കുന്ന ആശയമാണ് നവനിയതവാദം എന്നറിയപ്പെടുന്നത്. ഈ ആശയത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഫിത്ത് ടൈലർ ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയിലേക്ക് പോവാം. അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ഭൂമി, ആദ്യം നമ്മൾ പറഞ്ഞേക്കുന്ന ജലഗ്രഹം എന്നറിയപ്പെടുന്ന, നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഘടനയെ പറ്റി നമ്മൾ പഠിക്കണം. അതിനുശേഷം ഈ പറയുന്ന ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ നിൽക്കാനുള്ള പ്രധാന കാരണം, ജീവനോടിരിക്കാനുള്ള പ്രധാന കാരണം അന്തരീക്ഷം എന്നറിയപ്പെടുന്ന രാഷ്ട്രീയമാണല്ലോ. ഈ അന്തരീക്ഷം എങ്ങനെയാണ് രൂപപ്പെട്ടത്? ഈ അന്തരീക്ഷം എങ്ങനെയാണ് രൂപപ്പെട്ടത്? നമ്മൾ നിൽക്കുന്ന ശിലാമണ്ഡലവും ഈ പറയുന്ന മാൻഡിലും ഈ പറയുന്ന കോറും ഒക്കെ എങ്ങനെയാണ് തരംതിരിച്ചു വന്നത് എന്നതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം. ഒന്ന്, വേർതിരിക്കൽ പ്രക്രിയ. NCERT സ്കൂൾ ടെക്സ്റ്റ് കണ്ടന്റ് ആണ്. വേർതിരിക്കൽ പ്രക്രിയ എന്നറിയപ്പെടുന്ന ഒരു പ്രവർത്തനത്തെ പറ്റി ഒന്ന് നോട്ട് ചെയ്തേക്കണം. വേറെ ഒന്നുമില്ല, ഈ പറയുന്ന വേർതിരിക്കൽ പ്രക്രിയ എന്ന പ്രവർത്തനത്തിലൂടെയാണ് ഭൗമ വസ്തുക്കൾ പ്രത്യേക പാളികളായിട്ട് ക്രമീകരിക്കപ്പെട്ടത്. അപ്പൊ ഈ പറയുന്ന ഭൂമിയിലെ അല്ലെങ്കിൽ ഭൗമ വസ്തുക്കൾ പ്രത്യേക പാളികളായി, എങ്ങനെയൊക്കെ? ഭൂവൽക്കമായിട്ട്, അതിനും താഴെ മാൻഡിലായിട്ട്, അതിനും താഴെ പുറക്കാമ്പായിട്ട്, അതിനും താഴെ അകക്കാമ്പായിട്ട് മാറി എന്ന് പറയുന്ന സിദ്ധാന്തമല്ല, ആ ഒരു പ്രവർത്തനത്തിന്റെ പേരാണ് വേർതിരിക്കൽ പ്രക്രിയ. ഇത് മുൻകാല വർഷ ചോദ്യമാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഭൂവൽക്കം വേർതിരിച്ചു, മാൻഡിൽ വേർതിരിച്ചു, പുറക്കാമ്പ് വേർതിരിച്ചു, അകക്കാമ്പ് വേർതിരിച്ചു. അതിനകത്ത് ധാരാളം ടോപ്പിക് ഉണ്ടായി. ഇനി അന്തരീക്ഷം, നമ്മൾ ഈ പറയുന്ന ഭൂവൽക്കത്തിന്റെ മുകൾ ഭാഗത്തെ കാര്യങ്ങൾ പറയണമല്ലോ. അന്തരീക്ഷം എങ്ങനെ രൂപപ്പെട്ടു? 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെയാണ് അന്തരീക്ഷം രൂപപ്പെട്ടു എന്ന് പറയപ്പെടുന്നത്. അതിൽ 1-ാം ഘട്ടമുണ്ട്, 2-ാം ഘട്ടമുണ്ട്, 3-ാം ഘട്ടമുണ്ട്. 1-ാം ഘട്ടം അല്ലെങ്കിൽ ആദ്യ ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഭൂമി ഉണ്ടായ സമയത്ത്, ഭൂമിയുടെ ഉത്ഭവ സമയത്ത് അല്ലെങ്കിൽ പ്രാരംഭ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ആ അന്തരീക്ഷം ക്ഷയിച്ച് ഇല്ലാതായി എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ, ഹീലിയം എന്നിവ അടങ്ങിയ പ്രാരംഭ അന്തരീക്ഷം, തുടക്കത്തിലുള്ള ഈ പറയുന്ന അറ്റ്മോസ്ഫിയർ അന്തരീക്ഷം സൗരവാദത്താൽ, സോളാർ വിൻഡിന്റെ അല്ലെങ്കിൽ സഹായത്തോടു കൂടി ഇല്ലാതായി എന്ന് പറയുന്ന ഘട്ടമാണ് ആദ്യ ഘട്ടമായി പറയുന്നത്. അപ്പൊ ആദ്യ ഘട്ടത്തിൽ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു, അത് എങ്ങനെ? സൗരവാദത്താൽ ഇല്ലാതായി. രണ്ടാമത്തെ പ്രവർത്തനം, 2-ാം ഘട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡീഗേസിംഗ് എന്ന് പറയും. അതായത് ഭൂമി തണുക്കുക. ഈ പറയുന്ന ക്രമേണയായിട്ട് ഈ പറയുന്ന ഭൂമി തണുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഭൂമി തണുക്കുന്ന ഘട്ടങ്ങളിൽ ഉള്ളറയുണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഭൂവൽക്കത്തിന് താഴെ ഈ പറയുന്ന മാൻഡിലുണ്ട്, അതിനും താഴെ കാമ്പുണ്ട്. കാമ്പിനെ തന്നെ 2ആയി തരംതിരിക്കുന്നു, അകക്കാമ്പ്, പുറക്കാമ്പ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആ ഉള്ളറയിൽ നിന്നും വാതകങ്ങളും നീരാവിയും മോചിപ്പിക്കപ്പെട്ട പ്രവർത്തനമാണ് 2-ാം ഘട്ടം. അതായത് ഭൂമിയുടെ ഉള്ളറയിൽ നിന്ന് വാതകങ്ങൾ മോചിപ്പിക്കപ്പെട്ട പ്രക്രിയയെ അറിയപ്പെടുന്ന പേര് വാതക മോചനം എന്നാണ്. ഇനി 3-ാം ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ 3-ാം ഘട്ടത്തിലാണ് തുടർച്ചയായിട്ട് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാവും. ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വഴി കൂടുതൽ നീരാവിയും വാതകങ്ങളും ഒക്കെ അന്തരീക്ഷത്തിൽ എത്തിച്ചേരും. പിന്നീട് ഈ നീരാവി ഘനീഭവിച്ച് മഴയാകുന്നു. ഈ മഴയാകുന്ന സമയത്ത് അവിടെയൊക്കെ എന്തുണ്ടാവും? സമുദ്രങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ സമുദ്രങ്ങളുമായി ബന്ധപ്പെട്ട രൂപീകരണമായി. അതിനുശേഷം ഈ പറയുന്ന സമുദ്രത്തിൽ നിന്ന് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായിട്ട് സമുദ്രങ്ങളിലേക്ക് വൻതോതിൽ ഓക്സിജൻ പ്രദാനം ചെയ്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് 3-ാം ഘട്ടത്തിൽ പരാമർശിക്കുന്നത്. അപ്പോൾ അവിടെ ചോദ്യം ചോദിക്കും, സമുദ്രങ്ങളുടെ പ്രായം ഏകദേശം എത്രയാണ്? 4000 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് എന്ന് മാത്രം ഒന്ന് നോട്ട് ചെയ്തേക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഭൂമിയിൽ ജീവന്റെ ഉത്ഭവം എന്നറിയപ്പെടുന്നത് സമുദ്രങ്ങളെ ആണല്ലോ. അപ്പൊ അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് സയൻസ് ഫാക്ട് ആണ്. ഈ പറയുന്ന ഭൂമിയിൽ ജീവന്റെ ഉത്ഭവം എന്നറിയപ്പെടുന്നത് സമുദ്രമാണെന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ സമുദ്രമാണ്. അതിൽ നമുക്കൊരു ഈ പറയുന്ന ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ സയൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ എന്താ? ജീവന്റെ ഉത്ഭവം എന്നറിയപ്പെടുന്ന വൻകര അത് ആഫ്രിക്കയാണ്. കറുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആഫ്രിക്കയുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അവിടെ ആഫ്രിക്കയെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളുള്ള വൻകര യൂറോപ്പും ലോകത്ത് ഏറ്റവും കൂടുതൽ അവികസിത രാജ്യങ്ങളുള്ള വൻകര ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം മറക്കരുത്, അത് ആഫ്രിക്കയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ നമുക്ക് വേണ്ട കണ്ടന്റിലേക്ക് വരുന്നു. ഇനി ഈ പറയുന്ന മേഖലയിൽ നിന്ന് ഡയറക്റ്റായി ചോദിച്ച ചോദ്യങ്ങൾ പറയാം. ഒന്ന്, ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്?
ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ്? അത് ടോളമിയാണ്. ഗ്രീക്ക് വാന നിരീക്ഷകനായ ടോളമിയാണ് ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ്. അപ്പൊ ഈ പറയുന്ന ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ടോളമിക്ക് രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട്. ജോഗ്രഫി എന്നറിയപ്പെടുന്ന പുസ്തകവും അൽമാജസ്റ്റ് എന്നറിയപ്പെടുന്ന പുസ്തകം ആരെഴുതിയതാണ്? അത് ടോളമി എഴുതിയതാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഈ രണ്ട് പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ ഞാൻ പറയുവാണ്. ഒന്ന് ഭൗമ കേന്ദ്ര സിദ്ധാന്തം, മറ്റൊന്ന് സൗരകേന്ദ്ര സിദ്ധാന്തം. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ വായിക്കുമ്പോൾ അതിനെ എന്ത് ചെയ്യുക, ഒന്ന് എലാബറേറ്റ് ചെയ്ത് വായിച്ചാൽ അതിന്റെ മീനിങ് കിട്ടും. ഭൗമ കേന്ദ്ര സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് ആരുടെ കേന്ദ്രം? പ്രപഞ്ചത്തിന്റെ കേന്ദ്രം. അപ്പൊ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൗമമാണ് എന്ന് വെച്ചാൽ ഭൂമിയാണ് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഭൗമ കേന്ദ്ര സിദ്ധാന്തം. ഈ ഭൗമ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? അത് ടോളമിയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി സൗരകേന്ദ്ര സിദ്ധാന്തം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സൗരകേന്ദ്ര സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയുന്ന പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ആരാണ്? സൂര്യനാണ് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് സൗരകേന്ദ്ര സിദ്ധാന്തം. ഈ സൗരകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാ? അത് കോപ്പർനിക്കസ് ആണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കോപ്പർനിക്കസിന്റെ ഒരു പുസ്തകമുണ്ട്, ഓൺ ദി റവല്യൂഷൻ ഓഫ് ഹെവൻലി സ്ഫിയർ എന്ന പുസ്തകം എഴുതിയത് കോപ്പർനിക്കസ് ആണ്. അപ്പൊ ഭൗമകേന്ദ്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ടോളമിയും സൗരകേന്ദ്ര സിദ്ധാന്തം അല്ലെങ്കിൽ അത് ആവിഷ്കരിച്ചത് ആരും ചോദിച്ചാൽ അതിനുത്തരം കോപ്പർനിക്കസ് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമുണ്ട്, ഇന്ത്യൻ ന്യൂട്ടൺ എന്നറിയപ്പെടുന്നത് ആര്യഭടനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. അതായത് ഭൂമി എന്നറിയപ്പെടുന്ന, ഭൂമിക്ക് നീലഗ്രഹം എന്നറിയപ്പെടുന്ന, ജലഗ്രഹം എന്നറിയപ്പെടുന്ന ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്ന ഈ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും അത് സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു, അതിനെയാണല്ലോ നമ്മൾ ഭ്രമണം എന്ന് പറയുന്നത്. സ്വയം കറങ്ങുന്നതിനെ ഭ്രമണമെന്നും സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വെക്കുന്നതിനെയാണ് പരിക്രമണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയുടെ ന്യൂട്ടൺ, ഇന്ത്യൻ ന്യൂട്ടൺ എന്നറിയപ്പെടുന്ന ആര്യഭടൻ പറഞ്ഞ വസ്തുത ഒന്ന് ഭൂമിക്ക് ഗോളാകൃതിയാണ്, മറ്റൊന്ന് പറഞ്ഞത് ഈ പറയുന്ന ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു എന്ന് പ്രസ്താവിച്ച ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞന്റെ പേരാണല്ലോ ആര്യഭടൻ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കപ്പൽ യാത്ര നടത്തി, വളരെ പ്രധാനപ്പെട്ടതാണ്, കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണ് എന്ന് തെളിയിച്ച നാവികന്റെ പേര് മെഗല്ലൻ എന്നാണ്. വിക്ടോറിയ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു കപ്പലിന്റെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഓക്കെ, ഇനി അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു വാക്കാണ് ജോഗ്രഫി. നമ്മൾ പഠിച്ചു ജിയോഡെസി എന്നറിയപ്പെടുന്ന ഒരു വാക്കുണ്ട്, വേറെ ഒന്നുമില്ല. ഭൂമിയുടെ അളവെടുക്കലും അതിന്റെ പ്രതിപാദനത്തെ പറ്റിയൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയെ അറിയപ്പെടുന്ന പേരാണ് ജിയോഡെസി. മറക്കല്ല, ജിയോഗ്രഫി അല്ല, ജിയോഡെസി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അളവെടുക്കൽ, അതിന്റെ പ്രതിപാദനം എന്നിവയെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? അത് ജിയോഡെസിയാണ്. ഭൂമിശാസ്ത്രം എന്നറിയപ്പെടുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുമ്പം ഈ പറയുന്ന ഭൗമോൽപത്തി സിദ്ധാന്തങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു പോർഷൻ കൂടി നിങ്ങളൊന്ന് വായിച്ചു വെച്ചേക്കണം. അതിലൊന്നാണ് നെബുലാർ പരികൽപ്പന. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ജർമ്മൻ തത്വചിന്തകനായ ഇമ്മാനുവൽ കാന്റ് 1755 മുന്നോട്ട് വെച്ച ആശയത്തിന്റെ പേരാണ് നെബുലാർ പരികൽപ്പന എന്നറിയപ്പെടുന്നത്. അതൊന്ന് ഈ പറയുന്ന ഭൗമോൽപത്തി സിദ്ധാന്തങ്ങളിൽ പെടുന്ന. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്ലാനറ്റസിമൽ പരികൽപ്പന. അതായത് 1905 ഷാംബർലൈനും മോൾട്ടനും, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവർ രണ്ടുപേരും കൊണ്ടുവന്ന ഒരാശയമാണ് ഭൗമോൽപത്തി സിദ്ധാന്തമാണ് പ്ലാനറ്റസിമൽ പരികൽപ്പന. അടുത്തത് മഹാവിസ്ഫോടന സിദ്ധാന്തം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സൂര്യനിലുണ്ടായ ഒരു പൊട്ടിത്തെറിയുടെ ഭാഗമായി ആരുണ്ടായി? ഈ പറയുന്ന സൂര്യനിലുണ്ടായ പൊട്ടിത്തെറിയുടെ ഭാഗമായി ഭൂമി ഉണ്ടായി എന്ന് പറയുന്ന സിദ്ധാന്തം മഹാവിസ്ഫോടന സിദ്ധാന്തം, അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ പ്രപഞ്ചോൽപത്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രസിദ്ധമായ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് ഈ മഹാവിസ്ഫോടന സിദ്ധാന്തമാണ്. 1920 എഡ്വിൻ ഹംബിൾ ആണ് ഈ മഹാവിസ്ഫോടന സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഈ പറയുന്ന ഭൂമിയെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബേസ് ആയ രണ്ട് ആശയങ്ങളാണ്. ഒന്ന് എന്താണ് അക്ഷാംശരേഖ, എന്താണ് രേഖാംശരേഖ. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇത് നമുക്ക് ഭൂമിയായിട്ട് കരുതാമെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്, സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന് പറഞ്ഞത് ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടനാണ്. ആര്യഭടീയം എന്നറിയപ്പെടുന്ന ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമുക്ക് വേണ്ട എന്താ? ഏറ്റവും ബേസ് ആയ കണ്ടന്റ് എന്താ? എന്താണ് അക്ഷാംശ രേഖ, എന്താണ് രേഖാംശരേഖ? ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഗ്ലോബ് എടുക്കുന്ന സമയത്ത് ഏറ്റവും മുകൾ ഭാഗമാണല്ലോ നമ്മൾ നോർത്ത് എന്ന് പറയുന്നത്, അതിന് താഴ്ഭാഗമാണ് നമ്മൾ സൗത്ത് എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന രേഖകളെല്ലാം സാങ്കല്പിക രേഖകളാണ്. ഈ പറയുന്ന അക്ഷാംശ രേഖ ആയിക്കോട്ടെ, രേഖാംശ രേഖ ആയിക്കോട്ടെ,
ഭൂമധ്യരേഖ ആയിക്കോട്ടെ, ഇവിടെ ഭൂമിയിൽ ആരെങ്കിലും ഇത് വരച്ചു വെച്ചപ്പോണ്ടോ? ഇല്ല. നമുക്ക് ഇതിന്റെ ഈ പറയുന്ന സ്ഥല നിർണയത്തിന് വേണ്ടി, സമയനിർണയത്തിന് വേണ്ടിയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചേക്കുക. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ പറയുന്ന ഭൂമിയെ രണ്ട് ഭാഗമായിട്ട് പകുത്താൽ, ഇതൊരു ഗോളമാണല്ലോ, ഈ ഗോളത്തെ രണ്ട് ഭാഗമായി പകുത്താൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഉത്തരാർദ്ധ ഗോളം, താഴത്തെ ഭാഗമാണ് ദക്ഷിണാർദ്ധ ഗോളം എന്ന് വെച്ചാൽ നോർത്തേൺ ഹെമിസ്ഫിയറും സതേൺ ഹെമിസ്ഫിയറും. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, അപ്പൊ ഈ പറയുന്ന ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണല്ലോ ഉത്തരാർദ്ധഗോളം, താഴെയാണല്ലോ ദക്ഷിണാർദ്ധഗോളം. അപ്പൊ ഉത്തരായന രേഖ എവിടെയായിരിക്കും? അത് മുകളിലാണ്. ദക്ഷിണായന രേഖ എവിടെയായിരിക്കും? അത് താഴെയാണ്. ഉത്തര ധ്രുവം അപ്പൊ എവിടെയായിരിക്കും? മുകളിലാണ്. ദക്ഷിണ ധ്രുവം എവിടെയായിരിക്കും? താഴെയാണ്. ഇനി ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ പറയുന്ന ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യം ഉണ്ടല്ലോ, ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്നത് ഏതാണ്? അത് ഉത്തരായന രേഖയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ പ്രധാനപ്പെട്ടതാ. ആ കണ്ടന്റുകളിലൊക്കെ നമ്മൾ പറയാം. ആദ്യം നമ്മൾ പറയുന്നത് എന്താണ് അക്ഷാംശ രേഖകളെന്ന്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അക്ഷാംശ രേഖകൾ എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയ്ക്ക്, ഇതാണ്ട് ഈ ഭൂമധ്യരേഖ, ഇത് ഇക്വേറ്റർ എന്ന് പറയുന്ന ഭൂമധ്യ രേഖയാണല്ലോ, ഇതിന് സമാന്തരമായിട്ട് വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളെ അറിയപ്പെടുന്ന പേരാണ് അക്ഷാംശ രേഖകൾ. ഭൂമധ്യരേഖ അല്ലെങ്കിൽ 0° അക്ഷാംശ രേഖ എന്നറിയപ്പെടുന്ന, ഗ്രേറ്റ് സർക്കിൾ എന്നറിയപ്പെടുന്ന ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളെ അറിയപ്പെടുന്ന പേരാണ് അക്ഷാംശ രേഖകൾ. അത് സമാന്തര രേഖകൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്തിനു വേണ്ടിയാ ഈ അക്ഷാംശ രേഖകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, ഭൂമിയുടെ ഉപരിതലത്തിലെ, ഭൗമ ഉപരിതലത്തിലെ സ്ഥലങ്ങളുടെ സ്ഥാനം, ദിശ, കാലാവസ്ഥ എന്നിവ അറിയാൻ ഉപയോഗിക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയപ്പെടുന്നത്. ആകെ 181 അക്ഷാംശ രേഖകളുണ്ട്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും 180 അക്ഷാംശ രേഖയല്ലേ ഉള്ളൂ, അതായത് 0° നിന്ന് 1, 2, 3 എന്ന് തുടങ്ങി 90° എങ്ങോട്ടും പോകണം, മുകളിലോട്ടും പോകണം, അതേപോലെ അതായത് നോർത്തേൺ ഭാഗത്തേക്കും പോകണം. ഈ പറഞ്ഞ ഭൂമധ്യരേഖയിൽ നിന്ന് 0°, 1, 2, 3 എന്നും പറഞ്ഞ് 90° എങ്ങോട്ടും പോകണം, സതേൺ പോർഷനിലേക്ക് പോകണമല്ലോ. അപ്പൊ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന 181 അക്ഷാംശ രേഖകൾ വരും. ആരുൾപ്പെടെ? ഭൂമധ്യരേഖ ഉൾപ്പെടെ. അപ്പം 0° അക്ഷാംശ രേഖ എന്നറിയപ്പെടുന്നത് ഭൂമധ്യരേഖ, ഗ്രേറ്റ് സർക്കിൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഭൂമധ്യരേഖയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, അടുത്തടുത്ത രണ്ട് അക്ഷങ്ങൾ തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 0° അക്ഷാംശ രേഖയും 1° അക്ഷാംശ രേഖയും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 111 കിലോമീറ്റർ ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്തടുത്ത രണ്ട് അക്ഷങ്ങൾ തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ 1° അക്ഷാംശ രേഖയ്ക്കും 2° അക്ഷാംശ രേഖയ്ക്കും അല്ലെങ്കിൽ 10° അക്ഷാംശ രേഖയ്ക്കും 11° അക്ഷാംശ രേഖയ്ക്കും ഇടയിലുള്ള ആ അക്ഷങ്ങൾ തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 111 കിലോമീറ്റർ ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ എന്താണ് അക്ഷാംശ രേഖകൾ എന്ന് കിട്ടിയല്ലോ. ഇനി അതിന് ഓപ്പോസിറ്റ്, ഇതാണ്ടേ ഈ പറയുന്ന ധ്രുവപ്രദേശങ്ങൾക്ക് തുല്യമായി വരയ്ക്കുന്ന രേഖകളെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? രേഖാംശ രേഖകൾ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ വരയ്ക്കുന്നത്, കുറുകെ വരയ്ക്കുന്നതാണ് ഈ പറഞ്ഞ ലോഞ്ചിറ്റ്യൂഡ്, നെടുകെ വരയ്ക്കുന്നതാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് മാത്രം ഓർക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? രേഖാംശ രേഖകൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതെല്ലാം സാങ്കല്പിക രേഖകളാണല്ലോ. ഭൂമിയിലെ രണ്ട് ധ്രുവങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉത്തര ധ്രുവം, താഴത്തെ ധ്രുവമാണല്ലോ ദക്ഷിണ ധ്രുവം. ഈ രണ്ട് ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ അറിയപ്പെടുന്ന പേരാണ് രേഖാംശ രേഖകൾ. ഈ രേഖാംശ രേഖകൾ എന്തിനു വേണ്ടിയാ? നിർണയിക്കാൻ വേണ്ടിയാ ഉപയോഗിക്കുന്നത്, ഒരു സ്ഥലത്തെ സമയനിർണയത്തിന് വേണ്ടി. അപ്പൊ ഒരു സ്ഥലത്തെ സമയനിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രേഖകളാണ് എന്ത്? രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി അവിടെ ഒരു വാക്കുണ്ട്, ധ്രുവദീപ്തി. അപ്പൊ നമുക്കറിയാം, ധ്രുവപ്രദേശം പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടന്റ് അങ്ങോട്ട് പറഞ്ഞു തരുവാണ്. ധ്രുവദീപ്തി അനുഭവപ്പെടുന്നത് അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ്? നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്യണം. ഇത്രയും കണ്ടന്റ് ഞാൻ പറഞ്ഞു. ചോദ്യം ഇതാണ്, ധ്രുവദീപ്തി അല്ലെങ്കിൽ അറോറ എന്നറിയപ്പെടുന്ന ധ്രുവദീപ്തി എന്ന പ്രതിഭാസം അന്തരീക്ഷത്തിൽ ഏത് പാളിയിലാണ് അനുഭവപ്പെടുന്നത്? അറോറ തന്നെ രണ്ടെണ്ണം ഉണ്ട്. അറോറ ബൊറിയാലിസസും ഉണ്ട്, അറോറ ഓസ്ട്രാലിസസും ഉണ്ട്. അതായത് ഉത്തര ധ്രുവത്തിൽ അനുഭവപ്പെടുന്നത് അറോറ ബൊറിയാലിസസും ദക്ഷിണ ധ്രുവത്തിൽ അനുഭവപ്പെടുന്നത് അറോറ ഓസ്ട്രാലിയസുമാണ്. ഈ അറോറ എന്ന ധ്രുവദീപ്തി അനുഭവപ്പെടുന്നത് അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ്? ഉത്തരം നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. വേണമെങ്കിൽ ഓപ്ഷൻ പറയാം, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ. ഈ 3 സ്ഫിയറെ ഞാൻ പറയുന്നുള്ളൂ. ഉത്തരം ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഓക്കെ, എന്തായാലും നിങ്ങൾ പരീക്ഷയ്ക്ക് പോവാണല്ലോ. ഇനി ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്ന ഒരു കണ്ടന്റ് ഉണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്ന ആശയം
മുന്നോട്ട് വച്ച വ്യക്തിത്വത്തിന്റെ പേര് ജോർജ് ബിഡൽ ഐറിയാണ്. ജോർജ് ബിഡൽ ഐറിയാണ് ഗ്രീനിച്ച് രേഖ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഈ പറയുന്ന ഗ്രീനിച്ച് രേഖയ്ക്ക് ആ പേര് വരാനുള്ള പ്രധാന കാരണം ലണ്ടനിലെ ഗ്രീനിച്ച് എന്നറിയപ്പെടുന്ന സ്ഥലത്തു കൂടി കടന്നു പോകുന്നത് കൊണ്ടാണ് ഇതിനെ ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത്. അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്ന പേര് ഗ്രീനിച്ച് രേഖ, അതുമല്ലെങ്കിൽ പ്രൈം മെറിഡിയൻ എന്നറിയപ്പെടുന്നു. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ ഗ്രീനിച്ചിൽ നിന്ന്, ഈ പറയുന്ന 0 ഡിഗ്രി രേഖാംശ രേഖ എന്നറിയപ്പെടുന്ന ഗ്രീനിച്ചിൽ നിന്നും 180 ഡിഗ്രി അകലെയുള്ള രേഖാംശ രേഖ അറിയപ്പെടുന്ന പേരാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. അടുത്തത് ഭൂമിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസ് ഫാക്ട് എന്ന് പറഞ്ഞാൽ ഭ്രമണമാണല്ലോ. ഭൂമിയിൽ ഈ പറയുന്ന പകലും രാത്രിയും, അതായത് ഡേ ആൻഡ് നൈറ്റ് മാറി മാറി അനുഭവപ്പെടാൻ പ്രധാന കാരണം ഏതെന്ന് ചോദിച്ചാൽ അത് ഭ്രമണമാണ്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട. ഇതൊക്കെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടാൻ കാരണം ഏതെന്ന് ചോദിച്ചാൽ അത് ഭ്രമണമാണ്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്കാണ്. ഇനി ഏറ്റവും ബേസ് ആയ ഒരു ഫാക്ട് ആണ് സമയമേഖലകൾ. നമ്മുടെ പരീക്ഷയുടെ സിലബസിലുള്ള ഒരു പോർഷനാണ് സമയമേഖലകൾ. വേറെ ഒന്നുമില്ല, ഗ്രീനിച്ച് രേഖ നമ്മൾ നേരത്തെ പറഞ്ഞു. ഗ്രീനിച്ച് രേഖ, ഈ ഗ്രീനിച്ച് രേഖ അടിസ്ഥാനമാക്കി ലോകത്തെ 1 മണിക്കൂർ വീതമുള്ള സമയ വ്യത്യാസമുള്ള 24 മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. ഇതിനെയാണ് സമയമേഖലകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ സമയമേഖലകൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഈ പറയുന്ന 0 ഡിഗ്രി രേഖാംശ രേഖ, ഗ്രീനിച്ച് രേഖ അടിസ്ഥാനമാക്കി ലോകത്തെ എല്ലായ്പ്പോഴും 1 മണിക്കൂർ വീതം ഉള്ള സമയവ്യത്യാസമുള്ള 24 മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. ഇതിനെയാണ് സമയമേഖലകൾ എന്നറിയപ്പെടുന്നത്. ഈ സമയമേഖലകൾ ആശയം കൊണ്ടുവന്നത് സാൻഫോർഡ് ഫ്ലെമിംഗ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം കാനഡക്കാരനാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം, സാൻഫോർഡ് ഫ്ലെമിംഗ്. ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, 193 രാജ്യങ്ങളെയാണ് ഐക്യരാഷ്ട്ര സംഘടന എന്നറിയപ്പെടുന്ന UN ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പറയുന്ന രാജ്യങ്ങളെയൊക്കെ നിങ്ങൾ എടുത്താലും ഏറ്റവും കൂടുതൽ സമയമേഖലകളുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസ് ആണ്. 12 സമയമേഖലകളുണ്ട്. അപ്പൊ 24 സമയമേഖല ഉള്ള ഈ പറയുന്ന ഭൂമിയിൽ 12 സമയമേഖലകൾ എവിടെയുണ്ട്? ഫ്രാൻസിലുണ്ട്. ഏറ്റവും കൂടുതൽ സമയമേഖലകളുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസ് ആണ്. അപ്പോൾ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു, ഇന്ത്യ ഉൾപ്പെടുന്ന ഈ പറയുന്ന വൻകരയാണല്ലോ ഏഷ്യ വൻകര. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ സമയമേഖലയുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയിൽ 3 സമയമേഖലകളുണ്ട്. അപ്പൊ സമയമേഖലകൾ എന്നറിയപ്പെടുന്ന ആശയം കൊണ്ടുവന്നത് സാൻഫോർഡ് ഫ്ലെമിംഗ് എന്ന കാനഡക്കാരനാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, 1 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം 1 ഡിഗ്രി രേഖാംശ പ്രദേശം, അതായത് 0 ഡിഗ്രി രേഖാംശം, 1 ഡിഗ്രി രേഖാംശം, 2 ഡിഗ്രി രേഖാംശം, അങ്ങനെ 1 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം എന്ന് പറഞ്ഞാൽ 4 മിനിറ്റാണ്. 4 മിനിറ്റ്. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഇന്ത്യക്ക് ഒരു സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടല്ലോ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം അടിസ്ഥാനമാക്കിയാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്നത്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം അടിസ്ഥാനമാക്കിയ. അപ്പൊ അവിടെ മുൻകാല വർഷങ്ങളിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഗ്രീനിച്ച് സമയം 12 PM ആയിരിക്കുമ്പം ഇന്ത്യയിലെ സമയം, അതായത് ഗ്രീനിച്ച് സമയം ഉച്ചയ്ക്ക് 12 മണിയാണ്, രാവിലെ 12 മണിയല്ല, ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ, അതായത് 12 PM ആയിരിക്കുമ്പോൾ ഇന്ത്യയിലെ സമയം. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, ഗ്രീനിച്ച് സമയം തന്നിട്ട് ഇന്ത്യൻ സമയം കണക്കാക്കാനാണ് ചോദിക്കുന്നത് എങ്കിൽ ആ ഗ്രീനിച്ച് സമയത്തോടു കൂടി ഇന്ത്യൻ സമയം കണക്കാക്കാൻ എത്ര കൂട്ടിയാൽ മതി? 5.5, അതായത് 5 മണിക്കൂർ 30 മിനിറ്റ് കൂട്ടിയാൽ മാത്രം മതി. അതായത് ഗ്രീനിച്ചിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ പറയുന്ന ഗ്രീനിച്ച് എന്നറിയപ്പെടുന്ന പ്രദേശം എടുക്കുമ്പോൾ
ഈ പറയുന്ന ഭൂമധ്യരേഖ നമ്മൾ പറയുന്നു, 0° രേഖാംശ രേഖ പറയുന്നു. ഇന്ത്യ നമ്മൾ എടുക്കുമ്പോൾ എവിടെയാണ്? ഇന്ത്യ നമ്മൾ പറയുമ്പം ഗ്ലോബൊക്കെ എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന കണ്ടന്റ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞ ഇന്ത്യ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യ എന്നറിയപ്പെടുന്ന വൻകര ഉത്തര ധ്രുവമല്ല ഉത്തരാർദ്ധ ഗോളത്തിലാന്ന് പറഞ്ഞു. അതിന്റെ ഒരു ഭാഗം നമുക്കറിയാലോ. അപ്പം ഈ പറഞ്ഞ ഗ്രീനിച്ച് സമയത്തിന്റെ അല്ലെങ്കിൽ ഗ്രീനിച്ച് രേഖയുടെ കിഴക്കായി, ഏത് ഗ്രീനിച്ച? ഈ പറഞ്ഞ ലണ്ടനിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്നറിയപ്പെടുന്ന രേഖ, 0° രേഖാംശ രേഖ കടന്നു പോകുന്ന ഗ്രീനിച്ചിന്റെ കിഴക്കായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഗ്രീനിച്ച് ആണെങ്കിൽ ദാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രീനിച്ചിന്റെ കിഴക്ക് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതിനാൽ ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ? ഈ പറഞ്ഞ 5.5 മണിക്കൂർ, 5 മണിക്കൂർ 30 മിനിറ്റ് കൂടണം. നേരെ തിരിച്ചു വന്നാലോ, ഈ പറഞ്ഞ ഗ്രീനിച്ച് രേഖയുടെ ഈ ഭാഗത്താണ് നമ്മളൊരു രാജ്യത്തെ എടുക്കുന്നെങ്കിൽ അത് ഈ പറയുന്ന ആകെ സമയം കുറയ്ക്കണം. ഇതാണ്. അപ്പൊ ഈ പറഞ്ഞ കിഴക്കോട്ടെ ഗ്രീനിച്ച് സമയത്തിന്റെ ഈ ഭാഗത്തേക്ക് പോകുന്തോറും സമയം കൂടണം, ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് പോകുന്തോറും സമയം കുറയണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താണ്? ഗ്രീനിച്ച് സമയം 12 PM ആയിരിക്കും. ഇന്ത്യയിലെ സമയം കണക്കാക്കാൻ 12 PM അല്ലയോ? 5.5 മണിക്കൂർ എടുക്കണം. എങ്ങനെ? 12 PM ആവുമ്പം 1, 2, 3, 4, 5, പിന്നുള്ളത് എന്താണ്? 30 എന്ന് വെച്ചാൽ അതിനർത്ഥം എത്താ ഈ പറയുന്ന 5:30 PM, 5:30 PM ആയിരിക്കും അതിന്റെ ആൻസർ. അത് പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഗ്രീൻവിച്ച് മീൻ ടൈമിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുമ്പം കിഴക്കോട്ടേക്ക് പോകുന്തോറും സമയം കൂടി വരും, അതായത് ഇങ്ങോട്ടേക്ക് പോകുന്തോറും സമയം കുറഞ്ഞു വരും. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കണ്ടന്റ്, അവിടെ ഒരു ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ മാനക സമയം വൈകുന്നേരം 6 മണിക്ക്. ഇന്ത്യയുടെ മാനക സമയം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമയം 6 മണിയാണ്. എങ്കിൽ ഗ്രീനിച്ചിലെ സമയം കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യയുടെ മാനക സമയം തന്നിട്ട് ഗ്രീനിച്ചിലെ സമയം കണക്കാക്കാൻ എന്ത് ചെയ്താൽ മതി? എത്ര കുറയ്ക്കണം? വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5.5 മണിക്കൂർ കുറയ്ക്കണം. അപ്പൊ 5.5 മണിക്കൂർ കുറയ്ക്കുമ്പോൾ വൈകിട്ടല്ലേ കൊടുത്തേക്കുന്നത്? അപ്പൊ ഉത്തരമായി വരുന്നത് ഉച്ചയ്ക്ക് 12:30 ആയിരിക്കും ആ ഗ്രീനിച്ചിലെ സമയം. അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ത്യയുടെ സമയം തന്നിട്ട് ഗ്രീനിച്ച് സമയം ചോദിക്കുവാണെങ്കിൽ കുറയ്ക്കണം. ഗ്രീനിച്ച് സമയം തന്നിട്ട് ഇന്ത്യയുടെ സമയം ചോദിക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം? കൂട്ടണം. ഇതാണ് ലോജിക്കായിട്ട് വരേണ്ടത്. താണ്ട ഗ്രീൻവിച്ച് മെറിഡിയൻ പോയേക്കുന്നത് യൂറോപ്പ്, ഈ പറയുന്ന ആഫ്രിക്ക വൻകരയിലൂടെ ഒക്കെ ടച്ച് ചെയ്യുന്നുണ്ട്, അന്റാർട്ടിക്ക വൻകരയിൽ പോകുന്നുണ്ട്, അന്റാർട്ടിക്ക എന്നറിയപ്പെടുന്ന ധ്രുവപ്രദേശത്ത് ഉൾപ്പെടെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട വസ്തുത ഈ പറയുന്ന യൂറോപ്പിലെ ഇവിടെ ഏത് ഭാഗത്ത്? ഗ്രീനിച്ച് എന്നറിയപ്പെടുന്ന സ്ഥലത്തൂടെ പോകുന്നത് കൊണ്ടാണ് ഇതിനെ ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത്. താണ്ട ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യ വൻകര താണ്ട് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നു ഈ ഗ്രീനിച്ച് രേഖയ്ക്ക് കിഴക്കോട്ടേക്ക. ഈ ഭാഗത്തേക്ക് ഈ പറയുന്ന നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്കയൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് പോകുമ്പം എന്താണ്? സമയം കുറയണം. അപ്പൊ അവിടെ എത്ര മണിക്കൂറാണോ ഇവിടെ എത്ര മണിക്കൂർ, ഈ ഒരു കമ്പാരിസൺ ഉണ്ടായിരിക്കും. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനി നമുക്ക് വേണ്ടത് അന്തരീക്ഷ പാളികൾ. നമ്മുടെ സിലബസിൽ ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ ഉറപ്പായും ആ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വരും എന്ന പ്രതീക്ഷയിൽ തന്നെ നമ്മൾ കണ്ടന്റ് പറയുക. അതായത് ഭൗമോപരിതലവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ അന്തരീക്ഷ പാളി എന്ന് പറഞ്ഞാൽ ട്രോപ്പോസ്ഫിയർ, അതും കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ, അതും കഴിഞ്ഞാൽ മിസോസ്ഫിയർ, അതും കഴിഞ്ഞാൽ തെർമോസ്ഫിയർ, അതും കഴിഞ്ഞാൽ എക്സോസ്ഫിയർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന അന്തരീക്ഷത്തെയും ബഹിരാകാശം, നമ്മൾ ഈ പറയുന്ന അന്തരീക്ഷം അറ്റ്മോസ്ഫിയർ, ദെൻ ബഹിരാകാശം സ്പേസും തമ്മിൽ ഒരു അതിർവരമ്പുണ്ട്. അതിനെ അറിയപ്പെടുന്ന പേരാണ് കാർമൻ രേഖ. തിയോഡർ കാർമൻ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ പേരിനോടുള്ള ബഹുമാനാർത്ഥം അദ്ദേഹത്തിന്റെ പേരിലുള്ള ആ ഒരു ടേം ഓർത്തു വെക്കണം, കാർമൻ ലൈൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കും, ഈ പറയുന്ന ട്രോപ്പോസ്ഫിയർ, അത് കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ, അത് കഴിഞ്ഞാൽ മിസോസ്ഫിയർ, അത് കഴിഞ്ഞാൽ തെർമോസ്ഫിയർ. അപ്പൊ ഇവിടെയൊക്കെ ഈ പറയുന്ന ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിനെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, ഈ ഒരു ഓർഡർ നിങ്ങൾ ഓർത്താൽ, ഈ പറയുന്ന ഒരു ഓർഡർ നിങ്ങൾ ഓർമ്മയിലുണ്ടെങ്കിൽ ഏറ്റവും താഴെ ഉള്ളതിനെ കൊടുത്തങ്ങ് പാസ് കൊടുത്തേച്ചാൽ മാത്രം മതി. അതായത് ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന മേഖല അല്ലെങ്കിൽ സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ്. അപ്പൊ ഇവിടെ എന്തുമായിരിക്കും? ഏറ്റവും താഴത്തെ എടുത്ത് അങ്ങ് പാസ് കൊടുക്കാൻ പറഞ്ഞില്ലയോ? ലോജിക്ക് ഇതാണ് പറഞ്ഞല്ലോ. ഇതിന്റെ തിയററ്റിക്കൽ കണ്ടന്റ് ഒന്നുമല്ല പറയുന്നത്, നമ്മുടെ ലോജിക്ക് പറയുക. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഈ ഭാഗം, ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ആരുടെ പാസ്? ട്രോപ്പോപാസ്. അടുത്തത് മിസോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗം, ഏറ്റവും താഴത്തെ എടുത്ത് പാസ് കൊടുത്താൽ മതി, സ്ട്രാറ്റോപാസ്.
തെർമോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗം മിസോപാസ്, എക്സോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗം തെർമോപാസ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ആദ്യത്തത് മാത്രമാണ് നമുക്ക് SCERT സ്കൂൾ ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത് എന്ന് വെച്ചാൽ ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ്, മിസോപാസ്. പിന്നീടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? കാർമൻ ലൈൻ ആണ്. കാർമൻ ലൈൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാർമൻ ലൈൻ എന്ന് വെച്ചാൽ എന്താ? അന്തരീക്ഷത്തെയും ബഹിരാകാശവും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണെന്ത്? കാർമൻ ലൈൻ. ഇതിനകത്തുനിന്ന് ഒരു ചോദ്യം ഉറപ്പായും വരും. ആദ്യം ഒരു ന്യൂജൻ ചോദ്യം നിങ്ങളോട് ചോദിക്കുക. ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാ? അപ്പൊ തെറ്റായ പ്രസ്താവന ഏതെന്നാ തിരിച്ചറിയണമെങ്കിൽ കണ്ടന്റ് നമുക്കറിയണം. ഓപ്ഷൻ എ നോക്കിയേ. ട്രോപ്പോസ്ഫിയറിൽ ഞാൻ നിങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന ഈ പറയുന്ന അന്തരീക്ഷ പാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ ആണ്. ശരിയോ തെറ്റോ? ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? അത് നൈട്രജൻ ആണ്. ഓപ്ഷൻ ബി നോക്ക്. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി അല്ലെങ്കിൽ സംക്രമണ മേഖല ട്രോപ്പോപാസ. ഇത് കണ്ടതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് താഴത്തെ അടുത്ത് എന്ത് ചെയ്യണം? പാസ് കൊടുക്കണം. അപ്പൊ സ്ട്രാറ്റോസ്ഫിയറിനെയും ട്രോപ്പോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന മേഖല ഏതാണ്? ട്രോപ്പോപാസ്. നേരെ തിരിച്ചു വന്നാലോ? മിസോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് സ്ട്രാറ്റോപാസ്, തെർമോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് മിസോപാസ്. അവിടെ ഒരു വ്യത്യസ്തതയുണ്ട്, അതിനിടയിൽ കാർമൻ ലൈൻ ഉണ്ട്, കാർമൻ രേഖയുണ്ട്. അപ്പൊ ഈ പറയുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാ. ഓപ്ഷൻ സി നോക്കിയേ. ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരുന്നതിനനുസരിച്ച്, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ക്രമമായ താപനഷ്ട നിരക്ക് അല്ലെങ്കിൽ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയും. അതായത് ട്രോപ്പോസ്ഫിയറിൽ ഈ പറയുന്ന ഞാനും നിങ്ങളൊക്കെ ഉള്ള മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരുന്നതിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, 165 മീറ്ററിന് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ എന്ത് ചെയ്യുന്നു? താപനില കുറഞ്ഞു വരുന്നു. ഈ പ്രക്രിയയെ, ഈ ഒരു പ്രൊസീജിയറിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ അറിയപ്പെടുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക് അല്ലെങ്കിൽ നോർമൽ ലാപ്സ് റേറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പം ഈ പറയുന്ന പ്രസ്താവന ശരിയാ. ഇനി ചോദ്യാർത്ഥികൾ കൊടുത്ത ആൻസർ എന്തോ? ഓപ്ഷൻ ഡി, എ, ബി, സി എന്നീ പ്രസ്താവനകൾ തെറ്റാണ്. ഇതെന്തുവാണ്? തെറ്റായ പ്രസ്താവനയല്ലയോ? ഈ പ്രസ്താവനയല്ലയോ തെറ്റ്? എങ്ങനെയാ പ്രസ്താവന തിരുത്തേണ്ടത്? എ, ബി, സി എന്നീ പ്രസ്താവനകൾ എന്താണ്? ശരിയാണ്. അതാണ് വേണ്ടത്. എന്ത് ശരിയാക്കി വരേണ്ടത്? അപ്പൊ എ, ബി, സി എന്നീ പ്രസ്താവനകൾ തെറ്റാണ് എന്നതാണ് തെറ്റ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ പറഞ്ഞേക്കുന്ന ഓപ്ഷൻ എ ശരിയാണ്, ഓപ്ഷൻ ബി ശരിയാണ്, ഓപ്ഷൻ സി ശരിയാണ്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് അന്തരീക്ഷ പാളികളെ പറ്റിയ എഴുതി വെച്ചോ. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ 1 മാർക്ക് ഇതിൽ നിന്ന് വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ നിങ്ങൾ മാത്രം എഴുതാതിരിക്കരുത്. അന്തരീക്ഷ പാളിയുമായി ബന്ധപ്പെട്ട ആദ്യ വസ്തുത, അന്തരീക്ഷത്തില് മേൽപ്പാളി, അന്തരീക്ഷത്തിന്റെ മേൽപ്പാളിയെ പറ്റി ലോകത്താദ്യമായി എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേര് ദി അപ്പർ അറ്റ്മോസ്ഫിയർ എന്ന. ദി അപ്പർ അറ്റ്മോസ്ഫിയർ എന്ന പുസ്തകം എഴുതിയത് SK മിത്രയാണ്. ലോകത്തിൽ ആദ്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് അന്തരീക്ഷ പാളികളെ പറ്റി ലോകത്താദ്യമായി എഴുതപ്പെട്ട ഗ്രന്ഥത്തിന്റെ പേരാണ് ദി അപ്പർ അറ്റ്മോസ്ഫിയർ. ദി അപ്പർ അറ്റ്മോസ്ഫിയർ എന്ന പുസ്തകം എഴുതിയത് SK മിത്രയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, അയണോസ്ഫിയർ എന്നറിയപ്പെടുന്ന പാളി ഉണ്ടല്ലോ, എക്സ്റേ റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷ പാളിയ അയണോസ്ഫിയർ. ഈ അയണോസ്ഫിയർ എന്നറിയപ്പെടുന്ന പാളിയെ കുറിച്ച് സിദ്ധാന്തങ്ങൾ രൂപീകരിച്ച ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരവും SK മിത്ര തന്നെയാണ്. അപ്പൊ ഇന്ത്യക്കാരനാണ് SK മിത്ര. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് മറക്കല്ലേ, ദി അപ്പർ അറ്റ്മോസ്ഫിയർ. അപ്പൊ നമ്മൾ നേരത്തെ ഒരു വസ്തുത പറഞ്ഞായിരുന്നു, അന്തരീക്ഷത്തെയും അറ്റ്മോസ്ഫിയറിന്റെയും ബഹിരാകാശത്തിന്റെയും സ്പേസിന്റെയും അതിർവരമ്പ്, ബൗണ്ടറി ലൈൻ എന്താണ്? അത് കാർമൻ രേഖയാണ്. തിയോഡർ വാൻ കാർമൻ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്റെ സ്മരണാർത്ഥമാണ് ആ ലൈന് കാർമൻ രേഖ എന്ന് പേര് കൊടുത്തത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അന്തരീക്ഷ പാളി, അപ്പൊ നമുക്കറിയാം ഈ കാർമൻ ലൈൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഭൗമോപരിതലത്തിൽ നിന്ന് 100 കിലോമീറ്റർ അല്ലെങ്കിൽ ആ ഒരു വ്യാപ്തിയിലാണുള്ളത് കാർമൻ ലൈൻ. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന വാക്കിനർത്ഥം സംയോജന മേഖല എന്ന. അപ്പൊ ട്രോപ്പോസ്ഫിയർ എന്ന വാക്കിനർത്ഥം എന്താണ്? അത് സംയോജന മേഖല എന്നാണ്. നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാന കാരണമാകുന്ന മണ്ഡലം, ദൈനംദിന എല്ലാ ദിവസവും ഉണ്ടാവുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളുണ്ട്. മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നല്, മേഘരൂപീകരണം ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾ അനുഭവപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അതുകൊണ്ടാണ് ജൈവമണ്ഡലം എന്നറിയപ്പെടുന്നത്. അപ്പൊ ട്രോപ്പോസ്ഫിയറിനെയാണ് ജൈവമണ്ഡലം എന്നറിയപ്പെടുന്നത്. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിനെയാണ്. ഇതേ അന്തരീക്ഷ പ്രതിഭാസങ്ങളായിട്ടുള്ള
മഴ, മഞ്ഞ്, കാറ്റ്. അതിൽ തന്നെ വ്യത്യസ്തതയുണ്ട്. കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വായു പ്രവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്. അതായത് വേറെ ഒന്നുമില്ല, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാറ്റ് എന്ന് പറഞ്ഞാൽ തിരച്ചീന ചലനമാണ്. തിരച്ചീന ചലനമാണ് കാറ്റ്. ലംബ ചലനത്തെ അറിയപ്പെടുന്ന പേരാണ് വായു പ്രവാഹം. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, വായുവിന്റെ തിരച്ചീന ചലനത്തെ അറിയപ്പെടുന്ന പേര് കാറ്റ്, വായുവിന്റെ ലംബ ചലനത്തെ അറിയപ്പെടുന്ന പേര് വായു പ്രവാഹം. അപ്പൊ ഈ പറഞ്ഞേക്കുന്ന കാറ്റ്, ഇടിമിന്നൽ, മേഘരൂപീകരണം ഒക്കെ ഉണ്ടാവുന്ന ഇവിടെയാണ്, ഈ പറഞ്ഞ ട്രോപ്പോസ്ഫിയറില. ഇവിടെയുള്ള വായു പ്രവാഹമാണ് ജെറ്റ് പ്രവാഹങ്ങൾ. മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് ഇവിടെയാണ്. അത് ട്രോപ്പോസ്ഫിയർ അല്ല. ജെറ്റ് പ്രവാഹം എന്ന് പറഞ്ഞാൽ ഒരു തരം എയർ കറണ്ട് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് എയർ കറണ്ട് അല്ലെങ്കിൽ വായു പ്രവാഹം എന്ന് പറഞ്ഞാൽ, വായുവിന്റെ ലംബ ചലനത്തെ അറിയപ്പെടുന്ന പേരാണ് എയർ കറണ്ട് അല്ലെങ്കിൽ വായു പ്രവാഹങ്ങൾ. അപ്പൊ ഇവിടെയുള്ള വായു പ്രവാഹം അറിയപ്പെടുന്ന പേര് ജെറ്റ് സ്ട്രീം അല്ലെങ്കിൽ ജെറ്റ് പ്രവാഹങ്ങൾ എന്നാണ്. അപ്പൊ ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നതിന്റെ ഫലമായിട്ട് ഒരു മേഘം ഉണ്ടാവും, അതിനെ അറിയപ്പെടുന്ന പേരാണ് കോൺട്രെയിൻ. തിരിഞ്ഞു പോലെ കോൺട്രെയിൻ മേഘം വേറെ, ജെറ്റ് പ്രവാഹം വേറെ. നമ്മളൊക്കെ കൊച്ചുനാളിലൊക്കെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ജെറ്റ് വിമാനങ്ങൾ പോകുന്ന സമയത്ത് താഴേന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു ലൈൻ പോലെ വരത്തില്ലയോ, അതിനാണ് കോൺട്രെയിൻ എന്നറിയപ്പെടുന്നത്. കോൺട്രെയിൻ മേഘങ്ങൾ. അത് ഈ ജെറ്റ് പ്രവാഹവുമായിട്ട് യാതൊരു ബന്ധമില്ല. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി നമ്മൾ പറയാൻ പോകുന്ന രണ്ടാമത്തെ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. നമ്മൾ നേരത്തെ പറഞ്ഞു വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ പാളി അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായ അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ അതും സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ പാളി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ്. നമ്മൾ നേരത്തെ ഒരു വസ്തുത പറഞ്ഞു, മേഘങ്ങളുടെ രൂപീകരണം സാധ്യമാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. പക്ഷേ ഈ സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു മേഘപടലങ്ങളുണ്ട്. നാക്രിയസ് എന്നറിയപ്പെടുന്ന മേഘപടലങ്ങൾ കാണപ്പെടുന്നത് ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പൊ വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ പാളി ഏതെന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ പാളി ഏതെന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. നാക്രിയസ് എന്ന മേഘപടലങ്ങൾ കാണപ്പെടുന്നത് ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ്. മറക്കരുത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഓസോൺ പാളി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഈ പറഞ്ഞ ഓസോൺ പാളി അല്ലെങ്കിൽ കാലാവസ്ഥാ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റുകൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ഓർത്തു വെക്കണം. കാരണം പുതിയ SCRTയിൽ ഇതെല്ലാം ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ആവർത്തിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, നിങ്ങൾ SCRT വായിച്ചിട്ടില്ല എങ്കിൽ വീണ്ടും വായിക്കാൻ തയ്യാറാവാൻ പോവുകയാണെങ്കിൽ ചെയ്യേണ്ടത് സ്കൂൾ ടെക്സ്റ്റിൽ, SCRT സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തേക്കുന്നതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവുക. അത് തന്നെ ചോദിക്കുമെന്നല്ല, ഉറപ്പായിട്ടും അതിൽ നിന്ന് ചോദ്യം വരും. അപ്പോൾ ഓസോൺ പാളിയുമായി ബന്ധപ്പെട്ട് ആദ്യ വസ്തുത, അന്തരീക്ഷത്തിൽ 20 മുതൽ 30 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. അന്തരീക്ഷത്തിൽ 20 മുതൽ 30 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്നതാണ് ഓസോൺ പാളി. ഓസോൺ പാളിയുടെ നിറം ഇളം നീലയാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് ഡോപ്സൺ യൂണിറ്റ് ആണ്. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏതാണ്? ഡോപ്സൺ യൂണിറ്റ് ആണ്. ഇനി ഈ പറയുന്ന ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങളെയാണ് നാക്രിയസ് മേഘങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഈ പറയുന്ന മേഘങ്ങളെ പറ്റി പറഞ്ഞല്ലോ. നാക്രിയസ് എന്നറിയപ്പെടുന്ന മേഘപടലം അത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഈ നാക്രിയസ് എന്ന മേഘപടലം ഇവിടെ ഉള്ളത് ഈ പറയുന്ന ട്രോപ്പോസ്ഫിയറിൽ ഉള്ളത് മൂലം എന്ത് ഓസോൺ പാളിക്ക് നാശത്തിന് അല്ലെങ്കിൽ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ട വസ്തുത. അപ്പൊ അന്തരീക്ഷത്തിൽ 20 കിലോമീറ്റർ മുതൽ 30 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഓസോണിന്റെ നിറം ഏതെന്ന് ചോദിച്ചാൽ ഇളം നീലയാണ്. ഓസോണിന്റെ അളവ് രേഖപ്പെടുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ്. ഇനി അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഓസോൺ പാളി കണ്ടുപിടിച്ചത് ആരാണ്? അത് ചാൾസ് ഫാബ്രിയാണ്. ഓസോൺ പാളി കണ്ടുപിടിച്ചത്, ഓസോൺ കണ്ടുപിടിച്ചത് ഷോൺ ബെയ്നും ഓസോൺ പാളി കണ്ടുപിടിച്ചത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബോയ്സണും കൂടെ. അപ്പൊ ഓസോണിന്റെ അളവ് രേഖപ്പെടുന്ന യൂണിറ്റ് ഏതാണ്? ഡോപ്സൺ യൂണിറ്റ്. ഓസോൺ ദിനമൊക്കെ നിങ്ങൾക്ക് കാണാപാഠമാണ്, അതിലേക്കൊന്നും പോകുന്നില്ല. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ നാക്രിയസ് മേഘങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഓസോൺ കണ്ടുപിടിച്ചത് ഷോൺ ബെയ്ൻ, CF ഷോൺ ബെയ്ൻ. ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബോയ്സണും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഇത് NCERT സ്കൂൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയ വ്യക്തിത്വത്തിന്റെ പേരാണ് ഡോപ്സൺ. അപ്പൊ ഡോപ്സൺ യൂണിറ്റ് എന്നും പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റിന്റെ പേരാ ഡോപ്സൺ യൂണിറ്റ്. അപ്പൊ ഓസോൺ കണ്ടുപിടിച്ചത് ഷോൺ ബെയ്ൻ, ഓസോൺ പാളി കണ്ടെത്തിയതാരാണ്? ചാൾസ് ഫാബ്രിയും ഹെൻറി ബോയ്സണും. അന്തരീക്ഷത്തിൽ ഓസോൺ പാളിയെ കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയതാരാണ്? അത് ഡോപ്സൺ ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തതാണ്
മിസോസ്ഫിയർ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ ആണ് മിസോസ്ഫിയർ. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മിസോസ്ഫിയർ, ഉൽക്കാവർഷ പ്രദേശം. അപ്പൊ ഇവിടെ ഉൽക്കകൾ കത്തിപ്പോകുന്നത് മിസോസ്ഫിയറിലാണ്. ഈ ഉൽക്കകൾ കത്താതെ ഭൂമിയിലേക്ക് പതിക്കുകയാണെങ്കിൽ ഉൽക്കാപതനത്തിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും? അവിടെ ഏതെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു മാറ്റത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉൽക്കാ തടാകങ്ങൾ. ഉൽക്കാപതനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന തടാകങ്ങളെ അറിയപ്പെടുന്നവരാണ് ഉൽക്കാ തടാകങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഉൽക്കാ തടാകം എന്നറിയപ്പെടുന്നത് ഏതാ? അരിസോണ തടാകമാണ്. ഈ അരിസോണ തടാകം അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൽക്കാ തടാകം എന്നറിയപ്പെടുന്നത് അത് ലോണാർ. ചില മെറ്റീരിയൽസിൽ ലൂണാർ എന്നാണ് കൊടുത്തേക്കുന്നത്. ലോണാർ തടാകം ഏത് സംസ്ഥാനത്താണോ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ലോണാർ തടാകം വേണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞു വെച്ചേക്കാം, മഹാരാഷ്ട്രയാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഉൽക്കാ തടാകം അത് അരിസോണ തടാകം, അത് അമേരിക്കയിലാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പൊ ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്നത് മിസോസ്ഫിയർ. ഈ പറയുന്ന ഭൂമിയിൽ നിന്ന് 50 കിലോമീറ്റർ മുതൽ 80 പറഞ്ഞ എന്തുവാ 50 ഭൂമിയിൽ നിന്ന് 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നതാണ് മിസോസ്ഫിയർ. ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലഭേദം ചോദിച്ചാൽ അത് മിസോസ്ഫിയർ ആണ്. ഈ മിസോസ്ഫിയറിലാണ് നോക്ടിലൂസന്റ് മേഘങ്ങൾ കാണപ്പെടുന്നത്. നോക്ടിലൂസന്റ് മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങളെയാണ് നോക്ടിലൂസന്റ് മേഘങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പം മിസോസ്ഫിയറിലാണ് എന്തുള്ളത്? നോക്ടി മിസോസ്ഫിയർ. ഓക്കെ, ഈ മിസോസ്ഫിയറിന് ഒരു മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഉയരം കൂടുന്തോറും താപം എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പൊ ഉൽക്കാവർഷ പ്രദേശമെന്നും ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? മിസോസ്ഫിയറിലാണ്. അപ്പൊ മിസോസ്ഫിയറിലെ ഉയരം കൂടുന്തോറും താപം കുറയാന്ന് പറഞ്ഞാൽ മിസോസ്ഫിയറിന്റെ തുടക്കം താപം കൂടുതലായിരിക്കും. ദെൻ മിസോസ്ഫിയറിന്റെ ഉയരം കൂടി വന്ന് ഏറ്റവും അവസാനം എന്ത് ചെയ്യുന്നു? താപം കുറയുന്നു. അതുകൊണ്ടാണ് ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം എന്ന് ആരെ അറിയപ്പെടുന്നത്? മിസോസ്ഫിയറിനെ അറിയപ്പെടുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് തെർമോസ്ഫിയർ. ഞാൻ തുടക്കത്തിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. എന്താണ്? അറോറ അല്ലെങ്കിൽ ധ്രുവദീപ്തി എന്നറിയപ്പെടുന്നത്. ധ്രുവപ്രദേശങ്ങളിൽ രാത്രി കാലത്ത് കാണപ്പെടുന്ന വർണ്ണ കാഴ്ചകളെ അറിയപ്പെടുന്ന പേരാണ് ധ്രുവദീപ്തി. ഇത് മുൻകാലവർഷ ചോദ്യമാണ്. രാത്രി കാലങ്ങളിൽ ധ്രുവപ്രദേശങ്ങളിൽ, ഉത്തര ധ്രുവങ്ങളിലും ദക്ഷിണ ധ്രുവങ്ങളിലും കാണപ്പെടുന്ന എന്താണ് ആകാശ കാഴ്ചകളെ, വർണ്ണ കാഴ്ചകളെ അറിയപ്പെടുന്ന പേര് ധ്രുവദീപ്തി അല്ലെങ്കിൽ അറോറ. ഈ അറോറ എന്നറിയപ്പെടുന്ന ആ കാഴ്ചകളുടെ ഉറവിടമായി കരുതപ്പെടുന്നത് തെർമോസ്ഫിയർ ആണ്. ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അത് തെർമോസ്ഫിയർ ആണ്. ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അത് തെർമോസ്ഫിയർ ആണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഇത് ഏറ്റവും കൂടുതൽ തവണ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യം അയണോസ്ഫിയർ ആണ്. അപ്പൊ ഈ പറയുന്ന അയണോസ്ഫിയറുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട്. എന്താണെന്നറിയാവോ? അയണോസ്ഫിയറിന്റെ പ്രത്യേകത ഒന്ന്, ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി. റേഡിയോ തരംഗങ്ങളുടെ പ്രതിഫലനത്തിന് കാരണമായ അന്തരീക്ഷ പാളി അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. എക്സ്റേ റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ അതിനുത്തരം അയണോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിൽ 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ വെച്ച് അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ ഉൾപ്പെടെ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ വരെ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ അയോണോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അയോണീകരണം എന്നറിയപ്പെടുന്ന ഒരു പ്രവർത്തനം ഈ അയണോസ്ഫിയർ എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി മണ്ഡലത്തിൽ 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ആ ഒരു മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഈ അയണോസ്ഫിയറിനെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? SK മിത്ര ആദ്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ദെൻ വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം അയണോസ്ഫിയർ. ഈ അയണോസ്ഫിയറിനെ വിവിധ പാളികളായിട്ടാണ് തരംതിരിക്കുന്നത്. D ലെയർ എന്നും E ലെയർ എന്നും F ലെയർ എന്നും G ലെയർ എന്നും തരംതിരിക്കുന്നു. ഈ അയണോസ്ഫിയറിലെ വിവിധ പാളികൾ, അയണോസ്ഫിയറിനെ വിവിധ പാളികളായിട്ട് തരംതിരിക്കുന്നു. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യമാണ്. ഒന്ന്, ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ പ്രതിഭാസങ്ങളാണല്ലോ അനുഭവപ്പെടുന്നത്. അയണോസ്ഫിയർ ആണല്ലോ റേഡിയോ തരംഗങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ധ്രുവദീപ്തി. ധ്രുവദീപ്തി എവിടെ അനുഭവപ്പെടുന്നത്? തെർമോസ്ഫിയറിലാണ്. അറോറ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്. അറോറ ബൊറിയാലിസിസ് അനുഭവപ്പെടുന്നത് ഉത്തര ധ്രുവത്തിലും അറോറ ഓസ്ട്രാലിസിസ് അനുഭവപ്പെടുന്നത് ദക്ഷിണ ധ്രുവത്തിലുമായിരിക്കും. അപ്പൊ ഇത് ഭൂമിയാണെങ്കിൽ ഈ പറഞ്ഞ ഭൂമധ്യരേഖയ്ക്ക് താഴെ ഈ ഭാഗത്ത് എന്തനുഭവപ്പെടുന്നു? അറോറ ഓസ്ട്രാലിസിസ് അനുഭവപ്പെടുന്നു. മുകൾ ഭാഗത്ത് എന്തനുഭവപ്പെടുന്നു? അറോറ ബൊറിയാലിസിസ് അനുഭവപ്പെടുന്നു. ഉത്തരം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഉത്തര ധ്രുവം, ദാണ്ട് ഈ ഭാഗം, ദക്ഷിണ ധ്രുവം ഈ ഭാഗം. അപ്പൊ ഉത്തര ധ്രുവത്തിലാണ് അറോറ ബൊറിയാലിസിസ്. അറോറ ഓസ്ട്രാലിസിസ് എവിടെ അനുഭവപ്പെടുന്നു?
ദക്ഷിണ ധ്രുവത്തിൽ അനുഭവപ്പെടുന്നു. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ വസ്തുത എന്താണ്? സംക്രമണ മേഖലകൾ അല്ലെങ്കിൽ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട് ഒരു അന്തരീക്ഷ പാളിയെ മറ്റൊരു അന്തരീക്ഷ പാളി കൊണ്ട് വേർതിരിക്കുന്ന മേഖല ഒന്ന് ട്രോപ്പോപാസ്. ഞാൻ എന്തോ പറഞ്ഞേ? ഏറ്റവും താഴത്തെ പാളിയല്ലയോ ട്രോപ്പോസ്ഫിയർ, അത് കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ, അത് കഴിഞ്ഞാൽ മിസോസ്ഫിയർ. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട മേഖലകൾ നിങ്ങൾ പഠിക്കണമെന്ന് അല്ലയോ പറഞ്ഞേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രോപ്പോപാസ്. ട്രോപ്പോപാസ് എന്ന് പറഞ്ഞാൽ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന മേഖല, അതാണ് ട്രോപ്പോപാസ്. സ്ട്രാറ്റോപാസ് എന്ന് പറഞ്ഞാൽ മിസോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന മേഖല. ദെൻ മിസോപാസ് എന്ന് പറഞ്ഞാൽ മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന പാളി അല്ലെങ്കിൽ സംക്രമണ മേഖല അറിയപ്പെടുന്ന പേരാണ് മിസോപാസ്. അപ്പോൾ ഒന്നാമത്തത് ട്രോപ്പോപാസ്, അതിനു മുകളിൽ സ്ട്രാറ്റോപാസ്, അതിനു മുകളിൽ മിസോപാസ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അന്തരീക്ഷ പാളി എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് ഇത്രയെങ്കിലും ബേസ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് SCERT-യിലെ പ്രധാനപ്പെട്ട ഓരോ പഴയ SCERT-യിലെയും പുതിയ SCERT-യിലും കൊടുത്തേക്കുന്ന പ്രധാനപ്പെട്ട SCERT കണ്ടന്റ് അത് ഷോർട്ട് നോട്ടായിട്ട് അങ്ങ് പറഞ്ഞ് പഠിപ്പിച്ചു പോവുക. വേറെ ഒന്നുമില്ല. നമ്മൾ തുടക്കത്തിലെ പഠിപ്പിച്ച കണ്ടന്റ് ആണ് അന്തരീക്ഷ പരിണാമ പ്രക്രിയകൾ, പ്രധാനപ്പെട്ട ഭൗമാന്തരീക്ഷ പരിണാമ പ്രക്രിയകൾ. ഭൂമിയിൽ അന്തരീക്ഷം എങ്ങനെ ഉണ്ടായി ആണല്ലോ ഈ പറയുന്ന പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങളിലൂടെയാണ് അന്തരീക്ഷം ഉണ്ടായത്. 1-ാം ഘട്ടം, 2-ാം ഘട്ടം, 3-ാം ഘട്ടം. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഭൗമാന്തരീക്ഷ പരിണാമ പ്രക്രിയകളാണ് ഒന്ന് സോളാർ വിൻഡ് എന്നറിയപ്പെടുന്ന സൗരവാതം, വാതക മോചനം എന്നറിയപ്പെടുന്ന ഡീഗേസിംഗ്, പ്രകാശ സംശ്ലേഷണം എന്നറിയപ്പെടുന്ന ഫോട്ടോസിന്തസിസ്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും പ്രകാശ സംശ്ലേഷണം എങ്ങനെയാ ഭൗമാന്തരീക്ഷ പരിണാമ പ്രക്രിയ ആകുന്നത്? SCERT-ൽ കൊടുത്തേക്കുന്ന കണ്ടന്റ് അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞു തരുവാണ്. ഇപ്പൊ സൗരവാതം, വാതകമോചനം, പ്രകാശ സംശ്ലേഷണം, ഇത് 3ഉം ഭൗമാന്തരീക്ഷ പരിണാമ പ്രക്രിയ. വേർതിരിക്കൽ എന്തുവാ? വേർതിരിക്കൽ എന്റെ കൂടെ പറഞ്ഞ വേർതിരിക്കൽ എന്ന് പറഞ്ഞാൽ ശിലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശിലാമണ്ഡലമാണല്ലോ ഭൂവൽക്കം. അതിന് താഴെയുള്ളത് ഈ പറയുന്ന മാൻഡിൽ, അതിനും താഴെ കാമ്പ്. കാമ്പ് തന്നെ 2 തരത്തിൽ, പുറക്കാമ്പും ഉണ്ട്, അകക്കാമ്പും ഉണ്ട്. ഇനി ഇംഗ്ലീഷിൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞേക്കുന്നതാണല്ലോ ക്രസ്റ്റ്, അതിനുശേഷമാണല്ലോ മാൻഡില്, അതിനുശേഷം കോറ് തന്നെ 2 എണ്ണം, ഇന്നർ കോറും ഉണ്ട്, ഔട്ടർ കോറും ഉണ്ട്. ഓക്കെ, നോക്കൂ. അപ്പൊ വേർതിരിക്കൽ പ്രക്രിയ എന്തുമായി ബന്ധപ്പെട്ടതാ? ശിലാമണ്ഡലത്തിന്റെ പരിണാമവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന. ഓക്കെ, തുടക്കത്തിൽ പഠിപ്പിച്ചതാ. ഇത് നമുക്ക് വേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭൂമിയുടെ ഭൂമിയുടെ നമ്മൾ ഈ പറയുന്ന ഫലകങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് സിയാൽ എന്നും സിമ എന്നും 2 ഭാഗങ്ങൾ നമ്മൾ പറയപ്പെടുന്നു. സിയാലും സിമയും. ഈ സിയാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വൻകര ഭാഗമല്ലയോ? കടൽത്തറ ഭാഗങ്ങളെയാണല്ലോ സിമ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ കണ്ടന്റിലേക്ക് വരാം. ആദ്യം ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കളാണ് അലൂമിനിയവും സിലിക്കയും. അതുകൊണ്ടാണ് അവിടെ എന്താവുന്നത്? ഈ പറഞ്ഞ സിയാല് വരുന്നത്. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കളാണ് അലൂമിനിയം, Al, ഇതാണ് നോക്കി, Al, സിലിക്ക, Si, അതാണ് സിയാൽ. അപ്പൊ സിമ എന്ന് പറഞ്ഞാൽ എന്താ? കടൽത്തറ ഭാഗമാണ്, വൻകര ഭാഗമാണ് സിയാല്. സിമ എന്താണ്? കടൽത്തറ ഭാഗം. അപ്പൊ കടൽത്തറ ഭാഗമായ സിമയിൽ എന്തൊക്കെയുണ്ട്? അത് സിലിക്കൺ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്. അതൊന്നും മുന്നോട്ടേക്ക്, അത് റാൻഡം ആയിട്ട് പറഞ്ഞോളാം. ഇനി ഈ നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും നമ്മൾ നിൽക്കുന്നത് ഭൂവൽക്കത്തിലാണ്. അതിനും താഴെ എന്താണ്? ഈ പറയുന്ന മാൻഡിലുണ്ട്, അതിനും താഴെ കോറുണ്ട്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ പറഞ്ഞ ഭൂവൽക്കമാണ്. അപ്പൊ പുറമേ ഉള്ള ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭൂവൽക്കമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ. അപ്പൊ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം അത് നൈട്രജൻ ആണ്, മറക്കരുത്. ഇവിടെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമ്മൾ നേരത്തെ ഒരു വസ്തുത പറഞ്ഞല്ലോ, ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം, അതായത് ഈ പറയുന്ന വൻകര ഭാഗങ്ങളെ സിയാല്, സിലിക്കണും അലൂമിനിയവും. സിയാലിന് താഴെ എന്തുണ്ട്? കടൽത്തറ ഭാഗമുണ്ട്, അതാണ് സീമയല്ല സിമ, സിലിക്കണും മഗ്നീഷ്യവും. ഈ 2 ഭാഗങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി നമ്മൾ പറയുമ്പോൾ ഏറ്റവും മുകളിലത്തെ ഭാഗം ഭൂവൽക്കം, അത് കഴിഞ്ഞാൽ താഴെയുള്ളത് മാൻഡില് നമ്മൾ പറയുമ്പോൾ, ദെൻ അതിനുശേഷം കാമ്പ് തന്നെ 2 തരത്തിൽ, പുറക്കാമ്പും അകക്കാമ്പും. ഇനി ഈ പറയുന്ന മാൻഡിലിന്റെ മുകൾ ഭാഗത്ത് ദുർബലമായിട്ടുള്ളൊരു മുഖഭാഗമുണ്ട്. മാൻഡിലിന്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് അസ്തനോസ്ഫിയർ. അപ്പൊ മാൻഡിലിന്റെ മുകൾ ഭാഗത്ത് ദുർബലമായ പ്രദേശത്തെ അറിയപ്പെടുന്ന പേര് അസ്തനോസ്ഫിയർ എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നിഫെ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളിയാണ് അകക്കാമ്പ്.
അകക്കാമ്പ്. അപ്പൊ ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്നത് ഭൂവൽക്കം, പുറമേ ഉള്ളത് നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്നത് അകക്കാമ്പ്. കാമ്പിൽ തന്നെയുള്ള അകക്കാമ്പ്. അപ്പൊ അതിനകത്ത് എന്തുണ്ട്? നിക്കലും ഫെറവും, ഇരുമ്പും നിക്കലുമാണ് ഇവിടെ ഉള്ളത്, അകക്കാമ്പിൽ അധികമായിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെ നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഭൂകമ്പങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭൂകമ്പങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നത് ടെക്ടോണിക് ചലനങ്ങളൊക്കെയാണെന്ന് നിങ്ങൾ SCERT സ്കൂൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടായിരിക്കാം. ഈ പറയുന്ന ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവ സ്ഥാനത്തെ അറിയപ്പെടുന്ന പേരാണ് ഭൂകമ്പ നാഭി. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, അത് മുൻകാല വർഷ ചോദ്യമാണ്. ഈ ഭൂകമ്പങ്ങളെ പറ്റിയൊക്കെ പറയുമ്പം തുടർ ഭൂകമ്പങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, അത് ഹെയ്ത്തിയാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ടെക്ടോണിക് ഭൂകമ്പങ്ങൾ. അതായത് ഒരു ഭ്രംശ തലത്തിലൂടെ ശിലകൾ തെന്നി മാറുന്നതിനാലാണ് ഈ പറയുന്ന ടെക്ടോണിക് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ശിലകളുടെ ചലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 കൺസെപ്റ്റ് പറയും. 1 സംയോജക സീമകൾ, 2 വിയോജക സീമകൾ, 3 ഛേദക സീമകൾ. 3 പരസ്പരം 2 ഫലകങ്ങൾ അടുക്കുകയാണെങ്കിൽ അതിനെയാണ് സംയോജക സീമ, സംയോജിച്ചു. ദെൻ പരസ്പരം അകലുവാണെങ്കിൽ അതാണ് വിയോജക സീമ, വിയോജിച്ചു. ദെൻ പരസ്പരം ഉരസി മാറുകയാണ്, ഒരു ഫലകം മറ്റൊരു ഫലകത്തിന് മുകളിലൂടെ ഉരസി മാറുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഛേദക സീമകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതൊക്കെ 10ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും സ്കൂൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതാണ്. അത് തന്നെ നമ്മൾ പഠിക്കാനുള്ള പ്രധാന കാരണം ആ കുഞ്ഞുങ്ങളെ നമ്മൾ അടുത്ത വർഷം പഠിപ്പിക്കാൻ പോവും, അതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ അത് നൈട്രജൻ ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ ഞാൻ നേരത്തെ ഒരു വസ്തുത പറഞ്ഞല്ലോ, ഓക്സിജന്റെ പ്രത്യേകത എന്തായിരുന്നു? ഓക്സിജന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്ക്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ പറയുന്ന അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ ആണെന്ന് ഓർക്കണം. ഇനി അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളിൽ 3ാം സ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ആർഗണം. 4ാം സ്ഥാനത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? അത് നൈട്രജൻ ആണ്. ദെൻ അതിനുശേഷമുള്ളത് എന്താണ്? ഓക്സിജൻ ആണ്. ദെൻ 3ാം സ്ഥാനത്തുള്ളത് ആർഗൺ ആണ്. 4ാം സ്ഥാനത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അത് നൈട്രജനാ. ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം എന്ന് പറഞ്ഞാൽ അത് ഓക്സിജൻ അല്ല, അത് നൈട്രജൻ ആണ്. നമ്മളെ കുഴപ്പിച്ച് കളയും. അപ്പൊ നമ്മൾ നേരത്തെ ഒരു വസ്തുത പറഞ്ഞായിരുന്നു, ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോപാസ് എന്നാണെന്ന് പറഞ്ഞു. ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരുന്നതിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞ താപനില കുറഞ്ഞു വരും. അതിനെ അറിയപ്പെടുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന പേര് അറിയപ്പെടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാ? എവിടെ ഉൽക്കകൾ കത്തുന്നത്? അന്തരീക്ഷ താപനില ഏറ്റവും കുറവുള്ള മിസോസ്ഫിയറിലാണ്. ഈ മിസോസ്ഫിയറിലാണ് നോക്ടിലൂസൻ എന്നറിയപ്പെടുന്ന മേഘങ്ങൾ കാണപ്പെടുന്നത്. മറക്കല്ലേ, നാക്രിയസ് മേഘങ്ങൾ എവിടെയാണ്? അത് ഏറ്റവും ഇമ്പോർട്ടന്റ്. നാക്രിയസ് മേഘങ്ങൾ എവിടെയാണ്? അത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഈ പറഞ്ഞ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട മേഘമാണ് നാക്രിയസ് മേഘങ്ങൾ. ഇപ്പൊ പഠിപ്പിച്ചതേ ഉള്ളൂ, അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, അന്തരീക്ഷത്തിൽ ഏറ്റവും മുകളിലത്തെ പാളിയാണല്ലോ തെർമോസ്ഫിയർ. ഈ തെർമോസ്ഫിയറുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ വസ്തുത പറഞ്ഞു, ധ്രുവദീപ്തി എന്നറിയപ്പെടുന്ന പ്രതിഭാസം അനുഭവപ്പെടുന്നത് തെർമോസ്ഫിയറിലാണെന്ന് പറഞ്ഞായിരുന്നു. then അടുത്തത് അയണോസ്ഫിയർ. എന്താണ്? റേഡിയോ പ്രക്ഷേപണം, എക്സ്റേ റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ അത് അയണോസ്ഫിയർ. ഇനി നമ്മളെ കുഴപ്പിക്കുന്ന വസ്തുത എന്താണെന്ന് അറിയാലോ, കാർമൻ ലൈന്. അന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർവരമ്പിന്റെ പേരാണ് കാർമൻ രേഖ. ഈ കാർമൻ രേഖ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 100 കിലോമീറ്റർ വരെ ഉള്ള ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് കാർമൻ ഭാഗം. എന്ന് വെച്ചാൽ അത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും എത്ര വരെ ഉയരത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കാർമൻ രേഖ. 100 കിലോമീറ്റർ ഉയരത്തിലാണ് കാർമൻ രേഖ. അപ്പം ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 100 കിലോമീറ്റർ കഴിഞ്ഞാൽ ആരായി? ഈ പറഞ്ഞ സ്പേസ് ആയി, ബഹിരാകാശമായി. അപ്പൊ അന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ ഏതാണ്? അത് കാർമൻ രേഖയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ. ദി അപ്പർ അറ്റ്മോസ്ഫിയർ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? SK മിത്ര. ഞാൻ പഠിപ്പിച്ചതാണ്, മറക്കരുത്, ഓർത്തു വെക്കണം. ഇനി നമുക്ക് വേണ്ടത് ശിലകളുമായി ബന്ധപ്പെട്ട പരീക്ഷാ ചോദ്യങ്ങൾ ചോദിക്കും. നമുക്കറിയാം, ശിലകളുമായി ബന്ധപ്പെട്ട് ശിലകളെ പറ്റിയുള്ള പഠനമൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. ഇവിടെ നമുക്ക് വേണ്ടത് ഓരോ ശിലകൾക്കും ഓരോരോ പ്രത്യേകതയുണ്ട്. പരീക്ഷകൾക്ക് ചോദിക്കുന്നത് പ്രധാനമായിട്ടുള്ള ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ആഗ്നേയ ശില എന്താണ്? ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്?
അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഉറപ്പായും പഠിക്കണം. എന്താണ് അവസാദ ശിലകൾ, എന്താണ് ആഗ്നേയശില, എന്താണ് അവസാദ ശില, തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, അതിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് തുടങ്ങിയ വസ്തുതകൾ ഈ ഒരു മേഖലയിൽ നിങ്ങൾ പഠിക്കണം. അപ്പൊ ആദ്യം തന്നെ ഒരു PYQ ആദ്യം തന്നെ പറയുക. ബസാൾട്ട് ഒരു ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ബസാൾട്ട് എന്താണ്? ഒരു ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ്. ബി ഒരു A ആണ്. ബസാൾട്ട് ഒരു ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ്. ഇനി ആഗ്നേയശില എന്ന് പറഞ്ഞാൽ ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആഗ്നേയശിലയാണ്. പ്രാഥമിക ശില എന്നറിയപ്പെടുന്നത് ആഗ്നേയശിലയാണ്. പിതൃശില എന്നറിയപ്പെടുന്നത് ആഗ്നേയശിലയാണ്. അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നത് ആഗ്നേയശിലയാണ്. അഗ്നിപർവ്വത ജന്യ ശിലകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആഗ്നേയശില. അപ്പൊ ആഗ്നേയശിലകളെ അറിയപ്പെടുന്ന എങ്ങനെയൊക്കെയാ? ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നു, പ്രാഥമിക ശില എന്നറിയപ്പെടുന്നു, പിതൃശില എന്നറിയപ്പെടുന്നു, അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നു, അഗ്നിപർവ്വത ജന്യശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയശിലയാണ്. ഇനി ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കണേ. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ എന്ന് പറഞ്ഞാൽ അത് അവസാദ ശിലകളാണ്. അവസാദങ്ങൾ മൂലം അതുണ്ടായേക്കുന്നത്. അപ്പൊ ആഗ്നേയശിലകൾ എന്ന് പറഞ്ഞാൽ ശിലകളുടെ മാതാവ്, പ്രാഥമിക ശില, പിതൃശില, അടിസ്ഥാന ശില, അഗ്നിപർവ്വത ജന്യശിലകൾ എന്നൊക്കെ അറിയപ്പെടുന്നുവെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില എന്ന് പറഞ്ഞാൽ അതെന്താണ്? അവസാദ ശിലയാണ്. ഈ അവസാദ ശില എന്ന് പറഞ്ഞാൽ കൽക്കരി അവസാദവ, ചുണ്ണാമ്പ് കല്ല് അവസാദ ശിലയാണ്, മണൽക്കല്ല് എന്നിവയൊക്കെ അവസാദ ശിലകളാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന ഹിമാനികൾ ഉണ്ടല്ലോ, ഹിമാനി, ലോകത്തിലെ ഏറ്റവും വലിയ ഹിമാനിയാണ് സിയാച്ചിൻ ഹിമാനി. ഈ സിയാച്ചിൻ ഹിമാനിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹെലിപ്പാഡ്, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഒക്കെ എവിടെയാണ്? സിയാച്ചിൻ. ഈ സിയാച്ചിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട്, അറിയാലോ, ന്യൂബ്ര നദിയാണ് സിയാച്ചിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. ഈ ന്യൂബ്ര നദി പതിക്കുന്നത് ഷോക്ക് നദിയിലേക്കാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ, അപ്പം ഈ പറയുന്ന ഹിമാനികളുടെ നിക്ഷേപ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള അവസാദ ശിലകളെ അറിയപ്പെടുന്ന പേരാണ് ടില്ലെറ്റുകൾ. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഹിമാനികളുടെ നിക്ഷേപ ഫലമായിട്ട്, ഹിമാനികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചലിക്കുന്ന മഞ്ഞിനെയാണ് നമ്മൾ ഹിമാനികൾ എന്നറിയപ്പെടുന്നത്. ഈ ഹിമാനികളുടെ നിക്ഷേപ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള അവസാദ ശിലകളെയാണ് ടില്ലെറ്റുകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുക. ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ കൽക്കരി ഒരു ഫോസിലാണോ? ആണ്. അപ്പൊ ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ ഏതാ? അത് അവസാദ ശിലകളാണ്. അപ്പൊ ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ഏതാ? അത് ആഗ്നേയശില. അപ്പൊ ആഗ്നേയശിലകളെയാണ് ശിലകളുടെ മാതാവ്, പ്രാഥമിക ശില, പിതൃശില, അടിസ്ഥാന ഫൗണ്ടേഷൻ സ്റ്റോൺ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ആഗ്നേയശിലയാണ്. അപ്പൊ ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ അവസാദ ശിലകളും ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ഏതാണ്? അത് ആഗ്നേയശിലകളുമാണ്. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത കായാന്തര ശിലകൾ. കായാന്തരിത ശിലകൾ അതായത് വേറെ ഒന്നുമില്ല, ഈ പറയുന്ന മാർബിൾ ഒരു കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. ഗ്രാഫൈറ്റ്, മാർബിള്, സ്ലേറ്റ്, ഷിസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, ക്വാർട്ട്സൈറ്റ്, ഇതൊക്കെ കായാന്തരിത ശിലകൾ ഉദാഹരണം. അപ്പൊ നിങ്ങളെ മനസ്സിലേക്ക് വരും ഈ പറയുന്ന മണ്ണുമായി ബന്ധപ്പെട്ട് ആഗ്നേയ ശിലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മാഗ്മയും ലാവയും. നമ്മൾ പറഞ്ഞല്ലോ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഭൂവൽക്കം, അത് കഴിഞ്ഞാല് മാൻഡില്, അത് കഴിഞ്ഞാല് കാമ്പ് തന്നെ 2 തരത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അവിടെ എല്ലാം ഈ പറഞ്ഞ ശിലകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്തത ഉണ്ട്. ആ വ്യത്യസ്തമായിട്ടുള്ള ശിലകളെ പറ്റിയാണ് പറയുന്നത്. മാഗ്മയും ലാവയും തണുത്തുറഞ്ഞു ഉണ്ടാകുന്ന ശിലകളെയാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആഗ്നേയ ശിലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോസിലുകൾ ഇല്ലാത്ത ശിലകളാണ്. ആഗ്നേയ ശിലകളെയാണ് ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്, പ്രാഥമിക ശില എന്നറിയപ്പെടുന്നത്. അപ്പൊ മാഗ്മയും ലാവയും തണുത്തുറഞ്ഞ് ഉണ്ടാകുന്ന ശിലകളെയാണ് ആഗ്നേയ ശിലകൾ എന്നറിയപ്പെടുന്നത്. ലോക മണ്ണ് ദിനം ഡിസംബർ 5 അതൊന്ന് നോട്ട് ചെയ്തേക്കണം. സ്കൂൾ ടെക്സ്റ്റ് ഒക്കെ വായിക്കുമ്പോൾ ഡിസംബർ 15 എന്നാണ് സ്കൂൾ ടെക്സ്റ്റ് കൊടുത്തേക്കുന്നത്. കേരള PSC വാല്യൂ ചെയ്തിട്ടുള്ളത് ഡിസംബർ 5 ലോക മണ്ണ് ദിനം. മണ്ണിനെ കുറിച്ചുള്ള പഠനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പെഡോളജി അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയുണ്ട്. ഭൂമിയിലെ ജലസ്രോതസ്സിൽ ഭൂഗർഭ ജലത്തിന്റെ സാന്നിധ്യം എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ 2% കുറവ് SCERT ബോക്സിൽ കൊടുത്തേപ്പുണ്ട്. ഈ കണ്ടന്റുകളെല്ലാം ഇങ്ങനെ തന്നെ കോഡ് ചെയ്തേക്കുന്നത് SCERT സ്കൂൾ ടെക്സ്റ്റിൽ പല ചാപ്റ്ററിലും കൊടുത്തേക്കുന്ന കണ്ടന്റുകൾ സോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കണ്ടന്റ് ആയിട്ട് തന്നേക്കുവാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ദെൻ വിരൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് എവിടെ വെച്ചാണ്? നദിയുടെ യുവത്വ ഘട്ടത്തിൽ വെച്ചാണ് വിരൂപ താഴ്വരകൾ നമ്മൾ പഠിക്കും. ബാർക്കൻസ് എന്നറിയപ്പെടുന്ന വസ്തുത. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെ? ബാർക്കൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്.
ധ്രുവദീപ്തി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, വീരൂപ താഴ്വരകൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മരുഭൂമിയിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ബാർക്കൻസ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പൊ വീരൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിൽ വെച്ചാ? യുവത്വ ഘട്ടത്തിൽ വെച്ച്. അപ്പൊ നദിയുടെ ഈ പറയുന്ന ഘട്ടങ്ങളൊക്കെ SCERT സ്കൂൾ ടെക്സ്റ്റിലുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തോളാം. ഇപ്പം നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെക്ക്. വീരൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിൽ വെച്ചാണ്? യുവത്വ ഘട്ടത്തിൽ വെച്ചാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, ഇത് PYQ ആണ്. ലോയിസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത് എന്തിന്റെ സഹായത്തോടു കൂടിയാണെന്ന് ചോദിച്ചാൽ കാറ്റിന്റെ സഹായത്തോടു കൂടിയാണ്. നമ്മൾ അപരതന നിക്ഷേപണ പ്രവർത്തനം എന്നറിയപ്പെടുന്ന ഒരു ആശയം പഠിക്കും. അതിനകത്ത് വരുന്നതാണ് ഈ പറയുന്ന ലോയിസ് സമതലങ്ങൾ, ബാർക്കൻസ് തുടങ്ങിയിട്ടുള്ള വിരൂപ താഴ്വരകളൊക്കെ പറയുമ്പോൾ അത് ആ ഒരു പോർഷൻ നമ്മൾ കവർ ചെയ്യും. അപ്പൊ ഇപ്പം നിങ്ങൾ പഠിക്കുന്നത് ലോയിസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത് എന്താണ്? കാറ്റാണ്. കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വായുവിന്റെ തിരശ്ചീന ചലനത്തെ അറിയപ്പെടുന്ന പേര് കാറ്റ്, വായുവിന്റെ ലംബ ചലനത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? അത് വായു പ്രവാഹം. അടുത്തത് നദികളുടെ അപരതന ഭൂരൂപമാണെന്ത്? ഗിരികന്ധരം അല്ലെങ്കിൽ ഗോർജ് എന്നറിയപ്പെടുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ മാഗ്മയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. ഈ മാഗ്മയും നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മാഗ്മയും ലാവയും തണുത്തുറന്നുണ്ടാകുന്ന ശിലകളെയാണ് ആഗ്നേയ ശിലകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പറയുമ്പം, മാഗ്മയെ പറ്റി പറയുമ്പം ലാവ പീഠഭൂമിക്ക് ഉദാഹരണമായ പീഠഭൂമിയെ കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഡെക്കാൻ പീഠഭൂമിയെ പറ്റിയുള്ള വസ്തുതയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ എന്താ ഈ ലാവ പീഠഭൂമി എന്ന് പറഞ്ഞാൽ? ഭൗമോപരിതലത്തിൽ, ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരവുണ്ട്, ഭൗമോപരിതലത്തിൽ ലാവ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന പീഠഭൂമികളെയാണ് ലാവ പീഠഭൂമികൾ എന്നറിയപ്പെടുന്നത്. പീഠഭൂമി എന്ന് പറഞ്ഞാൽ പീഠത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ. പീഠത്തിന്റെ ആകൃതിയിൽ എന്ന് പറഞ്ഞാൽ പീഠം പോലെ നിരപ്പായ ഈ പറയുന്ന പീഠത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങളെയാണ് നമ്മൾ പീഠഭൂമികൾ എന്ന അവയിൽ അറിയപ്പെടുന്നത്. ഭൗമോപരിതലത്തിൽ ലാവ, നമ്മൾ ലാവ മാഗ്മയൊക്കെ ഉണ്ടല്ലോ, ഈ ലാവ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന പീഠഭൂമിയാണ് ലാവ പീഠഭൂമി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാവ പീഠഭൂമിക്ക് ഉദാഹരണം അത് ഡെക്കാൻ പീഠഭൂമിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് മാഗ്മ. ഭൗമ അന്തർഭാഗത്ത്, ഭൂമിയുടെ അന്തർഭാഗത്ത് അതീവ താപത്തിന്റെ അതിന്റെ ടെമ്പറേച്ചർ ഏറ്റവും കൂടുതലിന്റെ സഹായത്തോടു കൂടി ഉരുകി തിളച്ചു കിടക്കുന്ന ശിലാദ്രവ്യത്തെ അറിയപ്പെടുന്ന പേരാണ് മാഗ്മ എന്നറിയപ്പെടുന്നത്. ഈ മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലാദ്രവ്യത്തെയാണ് ലാവ എന്നറിയപ്പെടുന്നത്. ലാവ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന പീഠഭൂമിയാണ് ലാവ പീഠഭൂമി. അപ്പൊ മാഗ്മ തണുത്താൽ ലാവയാവും, ലാവ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന പീഠഭൂമി ആവുകയാണെങ്കിൽ, ലാവ തണുത്തുണ്ടാവുന്ന എല്ലാം എന്ത് ആവത്തില്ല? പീഠഭൂമി ആവത്തില്ല. പക്ഷെ ലാവ തണുത്തുറഞ്ഞ് എന്താ രൂപപ്പെടുവാണെങ്കിൽ, പീഠഭൂമി പോലെ രൂപപ്പെടുവാണെങ്കിൽ അതിനെയാണ് ലാവ പീഠഭൂമി എന്നറിയപ്പെടുന്നത്. ഡെക്കാൻ പീഠഭൂമി ഒരു ലാവ പീഠഭൂമിക്ക് ഉദാഹരണമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ടെക്ടോണിക് ചലനങ്ങൾ എന്നൊക്കെ. അഗ്നിപർവ്വത സ്ഫോടന ഫലമായിട്ടുണ്ടാകുന്ന ലാവ തണുത്ത് രൂപപ്പെടുന്ന ശിലയിൽ നിന്ന് രൂപം കൊള്ളുന്ന മണ്ണിനത്തിന്റെ പേരാണ് കറുത്ത മണ്ണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അഗ്നിപർവ്വത സ്ഫോടന ഫലമായിട്ടുണ്ടാകുന്ന ലാവ തണുത്ത്, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ലാവ ഈ പറയുന്ന ഭൗമാന്തർഭാഗത്ത് അതീവ താപത്താൽ ഉരുകി തിളച്ചിടക്കുന്ന ശിലാദ്രവ്യമാണ് മാഗ്മ. മാഗ്മ തണുത്താണ് എന്തുണ്ടാവുന്നത്? ലാവ ഉണ്ടാവുന്നത്. അതേപോലെ അഗ്നിപർവ്വത സ്ഫോടന ഫലമായിട്ടുണ്ടാവുന്ന ലാവയുണ്ടല്ലോ, ഇത് തണുത്ത് ശിലയുണ്ടാവും. ആ ശിലയിൽ നിന്ന് രൂപം കൊള്ളുന്ന മണ്ണിനത്തിന്റെ പേരാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണിന്റെ മറ്റൊരു പേരാണ് റിഗർ മണ്ണ്, പരുത്തി മണ്ണ്, ചെർണോസം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ചെർണോസം എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണിനെയാണ് നമ്മൾ റിഗർ മണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജിയാണ്. മണ്ണ് ദിനം ഒന്ന് നോട്ട് ചെയ്തേക്കണേ. December 5 ലോക മണ്ണ് ദിനം. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട പോർഷൻ ഈ പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതല്ല, SCERT 9ാം ക്ലാസ്സിലെ സ്കൂൾ ടെക്സ്റ്റ് കണ്ടന്റ് ആണ്. വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ആ ടോപ്പിക് കവർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ഏരിയയിൽ ഒന്നാമത്തെ ഒരു ഏരിയ അഗ്നിപർവ്വതങ്ങൾ എന്നറിയപ്പെടുന്ന മേഖല ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിട്ടേ പോകാം. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ. അപ്പം ഈ പറയുന്ന അഗ്നിപർവ്വതങ്ങളെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് സജീവ അഗ്നിപർവ്വതം, മറ്റൊന്ന് നിർജീവ അഗ്നിപർവ്വതം, അല്ലെങ്കിൽ മറ്റൊന്ന് നിദ്രയിലാണ്ടവ. ഇങ്ങനെ 3 തരത്തിൽ. അത് മലയാളത്തിൽ തന്നെ പറയുന്നത് പരീക്ഷകളിൽ കയറുന്ന സമയത്ത് മലയാളത്തിലായിരിക്കും ചോദ്യം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിൽ തന്നെ പറഞ്ഞിരുന്നത്. അപ്പൊ അഗ്നിപർവ്വതങ്ങൾ പ്രധാനമായിട്ട് ഈ പറയുന്ന അഗ്നിപർവ്വതങ്ങൾ 3 വിധമാണ്. വോൾഗാനോ 3 തരത്തിലാണുള്ളത്: സജീവം, നിർജീവം, നിദ്രയിലാണ്ടവ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ എന്താ വെച്ചാൽ എപ്പോഴും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടക്കുന്ന അഗ്നിപർവ്വതങ്ങളെയാണ് നമ്മൾ എപ്പോഴും സജീവമായിരിക്കും.
അപ്പൊ നോക്കൂ, നിങ്ങൾ ലൈവായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. HSS സോഷ്യൽ സയൻസിന് 6 മാസമായി, 1 വർഷമായി, 2 വർഷമായിട്ട് സജീവമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾ സജീവമാണ്, ഇതല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ അഗ്നിപർവ്വതം എല്ലായ്പ്പോഴും സജീവമാണെങ്കിൽ അതിനെയാണ് നമ്മൾ സജീവ അഗ്നിപർവ്വതങ്ങൾ എന്ന് പേര് അറിയപ്പെടുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പസഫിക് സമുദ്രത്തിലാണ്. അവിടെ റിംഗ് ഓഫ് ഫയർ മേഖല, അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. റിംഗ് ഓഫ് ഫയർ മേഖല പസഫിക് സമുദ്രത്തിലാണ്. ഈ അഗ്നിപർവ്വതങ്ങൾ 3 വിധത്തിലാണ്: സജീവം, നിദ്രയിലാണ്ടവ, നിർജീവം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, സജീവ അഗ്നിപർവ്വതം എന്ന് പറഞ്ഞാൽ എപ്പോഴും സജീവമായിരിക്കും. നിദ്രയിലാണ്ടെന്ന് പറഞ്ഞാൽ, അപ്പൊ നോക്കൂ, നിങ്ങൾ നിദ്രയിലാണ് എന്ന് വെച്ചാൽ ഞാൻ ഉറക്കത്തിലാന്ന് പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും എണീക്കാം, ഇതല്ലയോ. അപ്പം ഒരു കാലത്ത് ഈ പറയുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പം കുറച്ച് നാളായിട്ട് ഇല്ല. എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെയുള്ള അഗ്നിപർവ്വതങ്ങളെ അറിയപ്പെടുന്ന പേരാണ് നിദ്രയിലാണ്ടവ. നിർജീവ അഗ്നിപർവ്വതം എന്ന് പറഞ്ഞാൽ ഇനി അവിടെ എന്തുണ്ടാവത്തില്ല, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകത്തില്ല. ഇതിനെയാണ് നമ്മൾ നിർജീവ അഗ്നിപർവ്വതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതം ഏതെന്ന് ചോദിച്ചാൽ അത് മോണോലോവയ, ഹവായിലെ മോണോലോവയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതം. മോണോലോവ, അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പറയുന്ന സജീവ അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത വൻകര എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയ വൻകരയാണ്. ഈ പറയുന്ന വൻകരകൾ നമ്മൾ എടുക്കുമ്പോൾ സജീവ അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത ഏക വൻകര ഏതെന്ന് ചോദിച്ചാൽ അത് ഓസ്ട്രേലിയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റുകളാണ് ഈ പറയുന്നത്. ഇനി അന്റാർട്ടിക്ക, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു ധ്രുവപ്രദേശമാണല്ലോ അന്റാർട്ടിക്ക. ഈ അന്റാർട്ടിക്കയിലെ ഏക സജീവ അഗ്നിപർവ്വതത്തിന്റെ പേരാണ് മൗണ്ട് എറിബസ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ ആർട്ടിക്കും ഉണ്ട്, അന്റാർട്ടിക്കും ഉണ്ട്. അപ്പൊ അന്റാർട്ടിക്കയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ്? മൗണ്ട് എറിബസ്. അപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് പസഫിക് സമുദ്രത്തിലാണ്. അഗ്നിപർവ്വതങ്ങൾ 3 വിധത്തിലാണ്: സജീവ അഗ്നിപർവ്വതം, നിദ്രയിലാണ്ടവ, നിർജീവ അഗ്നിപർവ്വതം. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം, ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതെന്ന് ചോദിച്ചാൽ അത് ആൻഡമാനിലെ ബാരൻ ദ്വീപുകളാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ്? ആൻഡമാനിലെ ബാരൻ ദ്വീപുകളാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞ വസ്തുതയാണ്, റിംഗ് ഓഫ് ഫയർ മേഖല എവിടെയാണ്? അത് പസഫിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും അധികം അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകുന്ന മേഖലയാണ് റിംഗ് ഓഫ് ഫയർ മേഖല. ഈ റിംഗ് ഓഫ് ഫയർ മേഖല എവിടെ സ്ഥിതി ചെയ്യുന്നത്? പസഫിക് സമുദ്രത്തിലാണ്, മറക്കരുത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നിദ്രയിലാണ്ടവ അല്ലെങ്കിൽ സുഷുപ്തിയിലാണ്ടവ അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇറ്റലിയിലെ വെസൂവിയസ്, ടാൻസാനിയയിലെ കിളിമഞ്ചാരോ. അപ്പൊ ഇറ്റലിയിലെ വെസൂവിയസും ടാൻസാനിയയിലെ കിളിമഞ്ചാരോ ഒക്കെ ഏത് ഈ പറയുന്ന അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്? നിദ്രയിലാണ്ടവ എന്ന് പറഞ്ഞാൽ നേരത്തെയൊക്കെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു, എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, എഗെയിൻ വീണ്ടും പൊട്ടിത്തെറിക്കാം. അടുത്തത് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതങ്ങളാണ് മടക്ക് പർവ്വതങ്ങൾ. അപ്പൊ അഗ്നിപർവ്വതവുമായി ബന്ധപ്പെട്ട ആ ബേസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടണം. ഇനി ഈ പർവ്വതങ്ങളെ തന്നെ പല തരത്തിൽ നമ്മൾ തരംതിരിക്കും. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നത് മടക്ക് പർവ്വതങ്ങളാണ്. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. മടക്ക് ബോളി ഇത്തിരി പ്രായം കൂടുതൽ, അങ്ങനെ അങ്ങ് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ ഞങ്ങൾ ഈ പറയുന്ന പുതിയ തലമുറയ്ക്കൊന്നും മടക്ക് ബോളിയെ പറ്റി അറിയില്ല എന്നങ്ങ് വിചാരിക്കുന്നേ. നമ്മൾ വിചാരിച്ചെന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു മാർക്ക് കിട്ടാൻ വേണ്ടിയാണല്ലോ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതങ്ങളാണ് മടക്ക് പർവ്വതങ്ങൾ. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. പർവ്വതങ്ങൾ പ്രധാനമായിട്ടും 4 വിധത്തിലാണ്. 1 ഫോൾഡ് മൗണ്ടൻ അല്ലെങ്കിൽ മടക്ക് പർവ്വതം. 2 ഖണ്ഡപർവ്വതങ്ങൾ അല്ലെങ്കിൽ ബ്ലോക്ക് മൗണ്ടൻ. അവശിഷ്ട പർവ്വതങ്ങൾ അല്ലെങ്കിൽ റെസിഡ്യുവൽ മൗണ്ടൻ. അഗ്നിപർവ്വതങ്ങൾ അല്ലെങ്കിൽ വോൾഗാനിക് മൗണ്ടൻ. നമ്മൾ അഗ്നിപർവ്വതങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. ഓക്കെ, അഗ്നിപർവ്വതങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ കണ്ടന്റ് നമ്മുടെ മനസ്സിലുണ്ട്. ഇനി എന്താണ് മടക്ക് പർവ്വതങ്ങൾ, എന്താണ് ഖണ്ഡപർവ്വതങ്ങൾ, എന്താണ് അവശിഷ്ട പർവ്വതങ്ങൾ? അപ്പൊ അവിടെ അവശിഷ്ടം എന്ന് പറയുന്ന വാക്ക് നമ്മൾ വായിച്ചിട്ടുണ്ട്. റെസിഡ്യൂറി പവർ, അവശിഷ്ട അധികാരം, അത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പഠിക്കുന്നത്. ഇവിടെ അവശിഷ്ട പർവ്വതം. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇതിന്റെ ഉദാഹരണങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. അതായത് ഈ പറയുന്ന മടക്ക് പർവ്വതങ്ങൾ, ഇത് പരീക്ഷയ്ക്ക് എന്താണ് ചോദിക്കുന്നത് ചോദിച്ചാൽ മടക്ക്, താഴെ പറയുന്നതിൽ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏത്, അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതങ്ങൾ ഏതാണ്? അത് മടക്ക് പർവ്വതങ്ങളാണ്. മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് അറ്റ്ലസ്, ആൽപ്സ്, ഹിമാലയം പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. SCRT സ്കൂൾ ടെക്സ്റ്റ് ബോക്സിൽ കൊടുത്തപ്പോണ്ട് അറ്റ്ലസ്, ആൽപ്സ്, ഹിമാലയം, റോക്കീസ്, യുറാൽ, ആൻഡീസ് എന്നീ പർവ്വതങ്ങൾ എന്തിനാണ്? മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങൾ. അപ്പൊ റോക്കീസ്, ആൻഡീസ്, യുറാൽ, ആൽപ്സ്, അറ്റ്ലസ്, ഹിമാലയ. അപ്പൊ ഹിമാലയ പർവ്വതം ഉൾപ്പെടെ മടക്ക് പർവ്വതങ്ങൾ ഉദാഹരണമാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതങ്ങളാണ് മടക്ക് പർവ്വതങ്ങൾ. പ്രായം കൂടുതലല്ല, പ്രായം കുറഞ്ഞ്, അങ്ങനെങ്കിലും ഓർത്തു വെക്കുക. ഇനി ഖണ്ഡപർവ്വതങ്ങൾ അല്ലെങ്കിൽ
ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബ്ലോക്ക് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. അവിടെ ലോജിക്കായിട്ട് ചിന്തിക്കുക, ഖണ്ഡപർവ്വതങ്ങൾ ഉദാഹരണം ബ്ലാക്ക് ഫോറസ്റ്റ്, ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് ഖണ്ഡപർവ്വതങ്ങൾ ഉദാഹരണമാണ്. ദെൻ യൂറോപ്പിലെ വോസ്ഗസ് എന്നിവയൊക്കെ ഖണ്ഡപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ ആരവല്ലി പർവ്വതനിര അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. അമേരിക്കയിലെ അപ്പലേച്ചൻ പർവ്വതം, ഈ ആരവല്ലി ടിക്ക് ചെയ്തേക്കണേ, ആരവല്ലി അവശിഷ്ടമാണ്, മറക്കരുത്. ആരവല്ലി എന്തുവാ? അവശിഷ്ടമാണ്. ആരവല്ലി അവശിഷ്ടം ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇത് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കണ്ടന്റിലേക്ക് പോകുന്നു. മരുഭൂമിയുമായി ബന്ധപ്പെട്ട് മരുഭൂമികളുടെ സ്രഷ്ടാവ് എന്ന് വിശേഷിപ്പിക്കുന്ന കാറ്റാണ് വാണിജ്യവാദം. നമ്മൾ നേരത്തെ പറഞ്ഞു കാറ്റ് എന്താണെന്ന് പറഞ്ഞു, എന്താണ് വായു പ്രവാഹം എന്ന് പറഞ്ഞു. കാറ്റെന്ന് പറഞ്ഞാൽ വായുവിൻ്റെ തിരശ്ചീന ചലനത്തെ അറിയപ്പെടുന്നവരാണ് കാറ്റ്, വായുവിൻ്റെ ലംബ ചലനത്തെ അറിയപ്പെടുന്നവരാണ് വായു പ്രവാഹം. അതിൽ തന്നെ ജെറ്റു പ്രവാഹമുണ്ട്, അല്ലെങ്കിൽ എയർ കറണ്ട് ഉണ്ട്, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൈക്ലോൺസ് ഒക്കെ എന്നറിയപ്പെടുന്നൊക്കെ കൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത മരുഭൂമി. ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും വലിയ മരുഭൂമി എന്നറിയപ്പെടുന്നത് താർ മരുഭൂമിയാണ്. ഈ താർ മരുഭൂമി ഏറ്റവും കൂടുതൽ വ്യാപിച്ചിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം അത് രാജസ്ഥാൻ. അപ്പം അങ്ങനെ ഒത്തിരി പ്രത്യേകതയുണ്ട്. അപ്പം മരുഭൂമികളുടെ സ്രഷ്ടാവ് എന്ന് വിശേഷിപ്പിക്കുന്ന കാറ്റ് അത് വാണിജ്യവാദം. നിങ്ങൾ മനസ്സിലാക്കണം. ഉഷ്ണ മരുഭൂമിയെ പറ്റി നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? ഉഷ്ണ മരുഭൂമി, ഈ പറയുന്ന ഉഷ്ണ മരുഭൂമിയെ പറ്റി പറയുമ്പം ഉഷ്ണ മരുഭൂമിയിലെ ഗോത്രവർഗ്ഗക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ബുഷ്മൻ, കലഹാരി അറിയാവുന്നതാണ്. ദെൻ ത്വാറക്ക്, പശ്ചിമ സഹാറയിലെ ഗോത്രവർഗത്തെയാണ് ത്വാറക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അറേബ്യൻ മരുഭൂമിയിലെ ഗോത്രവർഗത്തെയാണ് നമ്മൾ ബെഡോയിദുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ബുഷ്മൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഉഷ്ണ മരുഭൂമിയായ കലഹാരിയിലെ ഗോത്രവർഗ്ഗക്കാരാണ് ബുഷ്മൻ. ത്വാറക്ക് പശ്ചിമ സഹാറയിലെ ഈ പറയുന്ന ഗോത്രവർഗ്ഗക്കാരാണ്. അറേബ്യൻ മരുഭൂമിയിലെ ഗോത്രവർഗ്ഗക്കാരെയാണ് ബെഡോയിദുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കും, ഉഷ്ണ മരുഭൂമിക്ക് ഉദാഹരണം സഹാറ, താറ്, അറേബ്യൻ. താർ മരുഭൂമി ഉഷ്ണ മരുഭൂമിക്ക് ഉദാഹരണമാണ്. താർ മരുഭൂമി ഏറ്റവും കൂടുതൽ വ്യാപിച്ചിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം, അത് മറക്കരുത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, രാജസ്ഥാനാണ്. ദെൻ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി. അതൊക്കെ ഈ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഭൂമിശാസ്ത്രത്തെ കണക്ട് ചെയ്യുമ്പോൾ പഠിക്കേണ്ടതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി ഏതെന്ന് ചോദിച്ചാൽ അത് സഹാറയാണ്. ആഫ്രിക്കയിലാണ് സഹാറ മരുഭൂമി ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി. ലോകത്തിലെ ഏറ്റവും ചെറിയ മരുഭൂമി ഏതെന്ന് ചോദിച്ചാൽ അത് കാനഡയിലെ കാർക്രോസ് ആണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഉഷ്ണ മരുഭൂമി സഹാറ ആഫ്രിക്കയിലാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ മരുഭൂമി ഏതാണ്? ഇത് കാനഡയിലെ കാർക്രോസുമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുമാത്ര. സുമാത്ര നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സുമാത്ര എന്നറിയപ്പെടുന്ന ദ്വീപിൽ ജീവിക്കുന്ന ഗോത്രവർഗത്തിന്റെ പേരാണ് കുബു. ഇതൊക്കെ SCERT കൊടുത്തേക്കുന്നതാണ്. SCERT ഓരോ പോയിന്റും ഏറ്റവും വലിച്ചു വാരി തരാതെ പ്രധാനപ്പെട്ട പോയിന്റുകളാക്കി അങ്ങോട്ട് പറഞ്ഞു തരും. അത് ഈ ബോർണിയോ ദ്വീപ് എന്ന് പറഞ്ഞ ദ്വീപുണ്ട് കേട്ടോ. ഈ ബോർണിയോ ദ്വീപുകളിൽ ജീവിക്കുന്ന ഗോത്രവർഗത്തിന്റെ പേരാണ് ദയാക്ക് എന്ന് നോട്ട് ചെയ്തേക്കണം. ഈജിപ്തിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഏതാണ്? അത് നൈലാണ്. നൈൽ ഈജിപ്തിന്റെ ജീവരക്തം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈജിപ്തിന്റെ ജീവരക്തം എന്നറിയപ്പെടുന്നു. ഈജിപ്തിന്റെ ദാനം എന്നറിയപ്പെടുന്നത് നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റാണ്. ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിച്ചത് ഹെറോഡോട്ടസ് ആണ്. അങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കാറുണ്ട്. അപ്പൊ ഈജിപ്തിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഏതാണ്? നൈലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചാൽ അത് ആമസോൺ. തെക്കേ അമേരിക്കയിലാണ് ആമസോൺ. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ചോദിച്ചാൽ ഉത്തരം ഏത് തന്നെയാണ്? ആമസോൺ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോണും ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ അത് നൈലും. രണ്ട് ചോദ്യമാണ്, മറക്കരുത്. ഓക്കെ, അടുത്തത് ഈ പറയുന്ന നൈൽ നദിയുടെ പ്രധാനപ്പെട്ട 2 പോഷക നദികളാണ് വൈറ്റ് നൈലും ബ്ലൂ നൈലും. ഈ വൈറ്റ് നൈലും ബ്ലൂ നൈലും സംഗമിക്കുന്ന സ്ഥലത്തെ അറിയപ്പെടുന്ന പേരാണ് ഖാർത്തൂം. ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്റ്റ് ആണല്ലോ. ഈജിപ്തുമായി ബന്ധപ്പെട്ട ഫറോമാർ, ഈ മമ്മി എന്നറിയപ്പെടുന്ന പിരമിഡ്, ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്ന വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട അല്ലാതെ ഈ പറയുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ പഠിക്കുന്നതാണ്. ഈ പറയുന്ന ഹിസ്റ്ററിയുടെ ടോപ്പിക്കിൽ തുടക്കം പറഞ്ഞേക്കുന്ന ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി, അതിനുശേഷം ഓരോ രീതികളിലുള്ള സംസ്കാരങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കും. അപ്പൊ നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്റ്റ്. നൈലിന്റെ ദാനമെന്ന് ഈജിപ്തിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഹെറോഡോട്ടസ്. ഇനി നൈൽ നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ടിന്റെ പേര് അസ്വാൻ അണക്കെട്ട് എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പൊ നൈൽ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? വൈറ്റ് നൈലും ഉണ്ട്, ബ്ലൂ നൈലും ഉണ്ട്. അത് 2 സംഗമിക്കുന്നത് ഖാർത്തൂമിൽ വെച്ചാണ്. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കണ്ടന്റ്, ഇതിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് 10ാം ക്ലാസ്സിലെ പുതിയ SCERT-യിലുമുണ്ട്, 9ാം ക്ലാസ്സിലെ പഴയ SCERT കണ്ടന്റിലുണ്ട്. ഇതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡോൾഡ്രം മേഖല. അപ്പം നമുക്കറിയാം ഈ പറയുന്ന ഓരോ മേഖലകളെ, അതായത് ഭൂമിയിൽ ഓരോ മേഖലകളെ
നമ്മൾ പല പല മേഖലകളായിട്ട് തരംതിരിക്കും. അതിൽ പറയുന്ന മർദ്ദമേഖലകളെന്നുണ്ട്, പ്രധാനപ്പെട്ട കാറ്റിൻ്റെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളെയൊക്കെ നമ്മൾ ഓരോ മേഖലകളായിട്ട് തരംതിരിക്കും. അതിൽ ധ്രുവങ്ങളിലെ നമ്മൾ പറയുന്ന ഭൂമി ഇതാണെങ്കിൽ ഭൂമധ്യരേഖയുണ്ട്, ധ്രുവപ്രദേശങ്ങളുണ്ട്, ഉത്തരാർദ്ധഗോളമുണ്ട്, ദക്ഷിണാർദ്ധഗോളം ഒക്കെ ഉണ്ട് അല്ലേ. ധ്രുവങ്ങളിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്ന്, വളരെ ഇമ്പോർട്ടൻ്റ് ആ, ധ്രുവങ്ങളിലെ ഉച്ചമർദ്ദം എന്ന് പറയുന്നത് ധ്രുവപ്രദേശത്തെ മർദ്ദം കൂടിയ ഭാഗങ്ങളിൽ നിന്ന് ഉപോഷ്ണ മേഖലയിൽ നിന്ന് വീശുന്ന ഹിമക്കാറ്റിനെയാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യത്തിലേക്ക് വരുന്നു. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശം, അതായത് 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് ഇരുവശവും മുകളിലോട്ടും താഴോട്ടും 30 ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് വാണിജ്യ വാദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോണുകൾ കാണപ്പെടുന്ന മേഖല ഡോൾഡ്രം മേഖല. അപ്പൊ ഡോൾഡ്രം മേഖല എന്ന് വെച്ചാൽ എവിടെയാണ്? ഈ പറഞ്ഞ ഭൂമധ്യരേഖ പ്രദേശത്തല്ലയോ ഡോൾഡ്രം മേഖല? അതിനെ കണ്ടിട്ട് പറയാം. ഇനി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക്, എന്തായാലും ഉച്ചമർദ്ദത്തിലേക്ക് ന്യൂനമർദ്ദത്തിലേക്ക്, ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്ക്, ന്യൂനമർദ്ദത്തിൽ നിന്ന് ഉച്ചമർദ്ദത്തിലേക്ക്, ഈ രണ്ട് കണ്ടും ഓർത്തു വെക്കണം. അപ്പൊ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് പശ്ചിമവാദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ പശ്ചിമവാദങ്ങളുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഇനി അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും SCERT ഓരോരോ ചാപ്റ്റർ ആയിട്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് സൈക്ലോൺ അല്ലെങ്കിൽ ചക്രവാതം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അന്തരീക്ഷത്തിന്റെ ഒരു ഭാഗത്ത് എല്ലായ്പ്പോഴും കുറഞ്ഞ മർദ്ദവും അതിനു ചുറ്റും ഉയർന്ന മർദ്ദവും അനുഭവപ്പെടുന്ന സമയത്താണല്ലോ കുറഞ്ഞ മർദ്ദ കേന്ദ്രത്തിൽ നിന്ന് എന്ത് ചെയ്യും? മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ മർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റും നിന്ന് വീശുന്ന അതിശക്തമായ കാറ്റിനെയാണ് നമ്മൾ ചക്രവാതം എന്നറിയപ്പെടുന്നത്. അപ്പൊ ചക്രവാതം ഇല്ലെങ്കിൽ സൈക്ലോൺ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഒരു തരം കാറ്റാണ്. അപ്പൊ നമ്മൾ ഈ കാറ്റെന്ന് പറഞ്ഞാൽ വായുവിന്റെ തിരശ്ചീന ചലനമാണെന്ന് പറഞ്ഞു. ഈ തിരശ്ചീനത്തിന് പകരം എന്ത് ചെയ്യുന്നു? ഇത് ശക്തമായിട്ടൊരു സർക്കുലാർ മോഷനിലിട്ട് കറങ്ങി എന്ത് ചെയ്യുന്നു? ശക്തമായി വീശുന്ന കാറ്റുകളെയാണ് ചക്രവാതം എന്നറിയപ്പെടുന്നത്. പാമ്പിന്റെ ചുരുൾ എന്നർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് സൈക്ലോൺ എന്നറിയപ്പെടുന്ന പദം രൂപം കൊണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് ഈ പറഞ്ഞ ചക്രവാതത്തിനുള്ളിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതെന്ന് ചോദിച്ചാൽ അത് താപോർജം ഗതികോർജമായിട്ട് മാറും. ഇങ്ങനെയൊക്കെ ഓപ്ഷൻ കാണുമ്പോൾ നമ്മളെ കുഴപ്പിച്ച് കളയും. വീണ്ടും ആവർത്തിക്കുന്നു, ചക്രവാതത്തിനുള്ളിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതെന്ന് ചോദിച്ചാൽ താപോർജം ഗതികോർജമായിട്ട് മാറും. ഈ ചക്രവാതങ്ങളെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ഉഷ്ണമേഖലാ ചക്രവാതങ്ങളും ഉണ്ട്, മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങളും ഉണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത ഈ പറഞ്ഞ സൈക്ലോണുമായി ബന്ധപ്പെട്ട്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ബംഗാൾ ഉൾക്കടൽ രൂപം കൊള്ളുന്ന ഉഷ്ണമേഖലാ ചക്രവാതത്തിന്റെ പേരാണ് സൈക്ലോൺ. അതിന് പേര് നൽകിയത് ക്യാപ്റ്റൻ ഹെൻറി പിഡിംഗ്ടൺ. ഈ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബംഗാൾ ഉൾക്കടൽ രൂപം കൊള്ളുന്ന ഉഷ്ണമേഖലാ ചക്രവാതത്തിന്റെ പേരാണ് സൈക്ലോൺ. അതിന് പേര് നൽകിയത് ക്യാപ്റ്റൻ ഹെൻറി പിഡിംഗ്ടൺ ആണ്. ഈ ചക്രവാതം രൂപപ്പെട്ട് അതിനെ ശക്തി പ്രാപിക്കുന്ന വിവിധ ഘട്ടങ്ങളുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചക്രവാതം രൂപപ്പെടുവല്ലോ, തുടങ്ങി ആ ചക്രവാതം ഈ പറയുന്ന സൈക്ലോൺ ഫോം ചെയ്ത് അതിൻ്റെ പവർ അല്ലെങ്കിൽ ശക്തി, എനർജി അല്ലെങ്കിൽ അതിൻ്റെ പവർ കൂടിക്കൂടി വരുന്നൊരു അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ ശക്തി കൂടി വരും. അത് ശക്തി പ്രാപിക്കുന്ന ഘട്ടങ്ങളെ ഒരുമിച്ച് അറിയപ്പെടുന്ന പേരാണ് സൈക്ലോജെനിസിസ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം, അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യം. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ഹാർമറ്റൽ. ഹാർമറ്റൽ എന്താണ്? ഡോക്ടർ. അപ്പം മഞ്ഞ് തീനി എന്നറിയപ്പെടുന്ന തീനി ചിനൂക്ക്, മറക്കല്ലേ, തിന്നുന്നതൊക്കെ ചീനിയല്ലയോ, അങ്ങനെങ്കിലും ഓർത്തു വെക്ക്. മഞ്ഞ് തീനി എന്ന് വിളിക്കപ്പെടുന്ന പ്രാദേശികവാദം ലോക്കൽ വിൻഡ ചിനൂക്ക്. അപ്പോൾ ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാ? അത് ഹാർമറ്റൽ ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കാം. ഇനി ഓരോ ഉഷ്ണമേഖലാ ചക്രവാതങ്ങളും വീശുന്ന പ്രദേശവും സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തേ പോണ്ട്, കാണാതെ പഠിക്കണം. ഉഷ്ണമേഖലാ ചക്രവാതമാണ് ടൈഫൂൺസ് വീശുന്ന പ്രദേശം ചൈന കടലിലാണ്. ഹരിക്കെയിൻസ് വീശുന്നത് കരീബിയൻ കടലിലും മെക്സിക്കോ ഉൾക്കടലുമാണ്. സൈക്ലോൺ നമ്മൾ നേരത്തെ പറഞ്ഞു, സൈക്ലോൺ എന്നറിയപ്പെടുന്ന ഉഷ്ണമേഖലാ ചക്രവാതം ഇവിടെ വീശുന്നത് ബംഗാൾ ഉൾക്കടലില. അതിന് പേര് കൊടുത്തതാരാ? ക്യാപ്റ്റൻ ഹെൻറി പിഡിംഗ്ടൺ. ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ. ബംഗാൾ ഉൾക്കടൽ രൂപം കൊള്ളുന്ന ഉഷ്ണമേഖലാ ചക്രവാതമായ സൈക്ലോണിന് പേര് നൽകിയത് ക്യാപ്റ്റൻ ഹെൻറി പിഡിംഗ്ടൺ ആണ്. ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഓക്കെ ആണല്ലോ. അടുത്തത് ഈ പറയുന്ന തെഫു എന്നറിയപ്പെടുന്ന ഉഷ്ണമേഖലാ ചക്രവാതം അനുഭവപ്പെടുന്നത് ജപ്പാനിലാണ്. തെഫു അല്ല, തൈഫു. വില്ലി വീശുന്നത് എവിടെയാണ് ചോദിച്ചാൽ അത് ആസ്ട്രേലിയ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ആസ്ട്രേലിയയെ പറ്റി പറഞ്ഞായിരുന്നല്ലോ. എന്താണ്? നിർജീവ അഗ്നിപർവ്വതം.
സജീവ അഗ്നിപർവ്വതം, സുഷിപ്തിയിലാണ്ടവ കണ്ടന്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വൻകരയാണ് ഓസ്ട്രേലിയ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പം ഓരോ പ്രദേശത്തും അനുഭവപ്പെടുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങളും പ്രദേശങ്ങളും മറക്കല്ലേ. ബംഗാൾ ഉൾക്കടലിൽ അനുഭവപ്പെടുന്ന എന്താണ്? സൈക്ലോൺ. ജപ്പാനിൽ ടൈഫൂൺ, അത് കിട്ടുമല്ലോ. വില്ലീസ് എവിടെയാണ്? ആസ്ട്രേലിയയിലാണ്. ഹരിക്കെയിൻസ് കരീബിയൻ കടലും മെക്സിക്കോ ഉൾക്കടലുമാണ്. ടൈഫൂൺസ് എവിടെ അനുഭവപ്പെടുന്നത്? ചൈന കടലിലാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. ദെൻ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യം, പ്രാദേശികവാദങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ വിൻഡ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ തീർത്തുകൊണ്ടിരിക്കുക. പ്രാദേശികവാദം അല്ലെങ്കിൽ ലോക്കൽ വിൻഡ് എന്ന് പറഞ്ഞാൽ മറ്റ് കാറ്റുകളെയൊക്കെ അപേക്ഷിച്ച് ചെറിയ പ്രദേശത്ത് മാത്രമായിട്ട് അനുഭവപ്പെടുന്ന കാറ്റ്. അതുകൊണ്ടാണ് പ്രദേശം, എൻ്റെ പ്രദേശം, ലോക്കൽ, ഒരു ലോക്കലാ നമ്മൾ പറയുന്നത്, ലോക്കൽ പ്രദേശത്ത് മാത്രം. മറ്റ് കാറ്റുകളെ അപേക്ഷിച്ച് നമ്മൾ പറയും ലോക്കൽ ഗുണ്ട അല്ലേ, അതല്ലേ പറയുന്നത്. പക്ഷെ മറ്റ് ഗുണ്ടകളെ അപേക്ഷിച്ച് നമ്മുടെ പ്രദേശത്ത് മാത്രം. അപ്പോൾ മറ്റ് കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളെയാണ് പ്രാദേശികവാദങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇതിങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദമാണ് ലൂ മറക്കരുത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. ആൽസ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഫോൻ. അവിടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആൽസ് പർവ്വതത്തിലാണ് ഫോൻ, വേറെ ഒന്നുമില്ല. ഈ പറയുന്ന ആൽസ് പർവ്വത നിരയുമായി ബന്ധപ്പെട്ട് അതിന്റെ വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഫോൻ. അവിടുത്തെ മുന്തിരി കൃഷിക്ക് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അത് മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായകമാകുന്ന ഒരു പ്രാദേശികവാദം കൂടിയാണ് ഇത് ഫോൻ. യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നത് ഫൊന്നാണ്. അപ്പൊ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ലൂ എന്നാണ്. ഫൊന്നെന്ന് പറയുമ്പം ആൽസ് പർവ്വതം മറക്കല്ലേ. യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നത് ഫൊന്നാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റിനെയാണ് ചിനൂക്ക് എന്നറിയപ്പെടുന്നത്. മഞ്ഞു തീനി, നമ്മൾ നേരത്തെ പറഞ്ഞു മഞ്ഞ് തീനി എന്നറിയപ്പെടുന്നത് ചിനൂക്കിനെയാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു വസ്തുത പറഞ്ഞായിരുന്നല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഞ്ഞു തീനി എന്ന് വിളിക്കപ്പെടുന്ന പ്രാദേശികവാദം അത് ചിനൂക്കാണ്. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം അത് ഹാർമെറ്റൽ ആണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കനേഡിയൻ സമതലം എന്ന് പറഞ്ഞാൽ നിരപ്പായ പ്രദേശം. കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞാൽ ഗോതമ്പിന്റെ ശാസ്ത്രീയ നാമം ട്രിറ്റിക്കം ഈസ്റ്റീവം എന്നാണ് ഗോതമ്പിന്റെ ശാസ്ത്രീയ നാമം. ഇന്ത്യയും ഹരിതവിപ്ലവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഉൽപാദനം കിട്ടിയ വിളവ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സർബതി സൊണോറ ആര് വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനമാണ്? MS സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനമാണ്. അതൊക്കെ ഒന്ന് ആ വായനയിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹാർമട്ടൺ ഡോക്ടർ വീശുന്ന പ്രദേശം അത് ആഫ്രിക്ക ഗിനിയിലാണ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫർമാൻഡിൽ ഡോക്ടർ വീശുന്ന പ്രദേശം എന്ന് വെച്ചാൽ രണ്ടും ഈ പറഞ്ഞ ഡോക്ടർ എന്നറിയപ്പെടുന്ന എന്താണ്? പ്രാദേശികവാദങ്ങളാണ്. ഹർമാറ്റൻ ഡോക്ടർ വീശുന്ന പ്രദേശം ഗിനി ആഫ്രിക്കയിലും, ഫർമാൻഡിൽ ഡോക്ടർ എന്നറിയപ്പെടുന്ന കാറ്റ് വീശുന്ന പ്രദേശം ഓസ്ട്രേലിയയുമാണ്. ഇനി നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യം, ഇത് ഉറപ്പായിട്ടും ഒന്ന് വായിച്ചു വെച്ചേക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. കാരണം ഇത് SCERT സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തേപ്പോൾ മിസ്ട്രൽ, വേറെ ഒന്നുമില്ല. ഫ്രാൻസും തെക്ക് കിഴക്കൻ സ്പെയിനിലൊക്കെ അനുഭവപ്പെടുന്ന ഒരു ലോക്കൽ വിൻഡ് പ്രാദേശികവാദമാണ് മിസ്ട്രൽ എന്നറിയപ്പെടുന്നത്. സസ്യജാലങ്ങൾ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്ന കാറ്റ്. സസ്യജാലങ്ങൾ എന്ന് നോക്കൂ, നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മളെ ദോഷകരമായിട്ട് ബാധിക്കില്ലയോ, മിസ്റ്റർ എന്ന് പറയുന്നത് മിസ്ട്രൽ, ഒന്ന് നോട്ട് ചെയ്താൽ മതി. അപ്പൊ സസ്യജാലങ്ങളെ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്ന കാറ്റ് മിസ്ട്രലാണ്. റോൺ താഴ്വരെ ചുറ്റി കടന്നു പോകുന്ന പ്രാദേശികവാദം മിസ്ട്രൽ, നോട്ട് ചെയ്തേക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സസ്യജാലങ്ങളെ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്ന കാറ്റ് മിസ്ട്രൽ. ബാക്കിയുള്ളതൊക്കെ ഒന്ന് വായിച്ചു വിട്ടേച്ചാൽ മാത്രം മതി. നമുക്ക് വേണ്ട വസ്തുതയിലേക്ക് വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഭൗമ താപ വികിരണം. അപ്പൊ എന്തുവായി ഈ പറയുന്ന ഭൗമതാപ വികിരണം? എന്താണ് അന്തരീക്ഷം? എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി? എന്താണ് കാലാവസ്ഥ? എന്താണ് സൗരക്കാറ്റ് തുടങ്ങിയ കണ്ടന്റ് പറയാൻ പോകും. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ആദ്യ വസ്തുത എന്താണ് ഭൗമതാപ വികിരണം? ആദ്യം ഒരു ബേസ് നമ്മുടെ മനസ്സിലുണ്ടാവണം. അതായത് ഭൂമിയിൽ എന്ത് വരുന്നു? താപം വരുന്നു. എവിടുന്ന വരുന്നത്? സൂര്യനിൽ നിന്ന് വരുന്നത് ആണല്ലോ. അപ്പൊ സൂര്യനിൽ നിന്ന് ദീർഘതരംഗങ്ങളായിട്ടാണോ ഹ്രസ്വ തരംഗങ്ങളായിട്ടാണോ ഇങ്ങോട്ടേക്ക് ഈ പറയുന്ന താപം വരുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭൗമോപരിതലത്തിൽ എത്തുന്ന താപം, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റിലേക്ക് പോകുന്നത്. ഭൗമതാപ വികിരണം എന്ന് പറഞ്ഞാൽ ആദ്യം അതിൻ്റെ ഒരു ബേസ് മനസ്സിലാക്കണം. തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ മേഘാവൃതമായ രാത്രികളേക്കാൾ കൂടുതൽ തണുപ്പ് തോന്നാൻ കാരണം ഭൗമതാപ വികിരണം എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് വന്ന താപം എങ്ങോട്ടേക്ക്? പുറത്തേക്ക് പോകും. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന ചൂട് അനുഭവപ്പെടുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്.
ഈ ഉച്ചയ്ക്ക് 2 മണിക്ക് അനുഭവപ്പെടുന്ന ചൂട് ഇങ്ങോട്ടേക്ക് ഈ പറഞ്ഞ താപം വികിരണത്തിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ പ്രവർത്തനത്തിലൂടെ അന്തരീക്ഷത്തിലൊക്കെ റിഫ്ലക്ട് ചെയ്ത് പോകണമല്ലോ. ഈ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ ഭൗമതാപ വികിരണം എന്നറിയപ്പെടുന്നത്. ഇനി അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന അന്തരീക്ഷത്തിന്റെ താപവ്യാപന പ്രക്രിയകളുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. താപചാലനം എന്താണ്, സംവഹനം എന്താണ്, അഭിവഹനം എന്താണ്, വികിരണം എന്താണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത ഭൗമ വികിരണം എന്താണ്. അതായത് അന്തരീക്ഷം ചൂട് പിടിക്കാനുള്ള പ്രധാന കാരണം ഭൗമ വികിരണം. ഭൂമി ആഗിരണം ചെയ്ത സൗരതാപനം അന്തരീക്ഷത്തിലേക്ക് ദീർഘതരംഗങ്ങളായി വികിരണം ചെയ്യപ്പെടുന്നതിനെയാണ് ഭൗമ വികിരണം എന്നറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഭൗമ ഉപരിതലം ചൂട് പിടിക്കുന്നതിലൂടെ ദീർഘതരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്നും ഊർജ്ജം എന്ത് ചെയ്യുന്നു, പുറന്തള്ളുന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, സൂര്യന്റെ ചൂട് ഇങ്ങോട്ടേക്ക് വരുന്നത് എങ്ങനെയാണ്? അത് ഈ പറയുന്ന ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ്. ഇങ്ങോട്ടേക്ക് വന്ന സൗരതാപം അന്തരീക്ഷത്തിലേക്ക് ദീർഘതരംഗങ്ങളായിട്ട് വികിരണം ചെയ്യും, തിരിച്ചു പോകും. ഈ പ്രവർത്തനത്തിന്റെ പേരാണ് ഭൗമവികിരണം. ഈ പറയുന്ന അന്തരീക്ഷം ചൂട് പിടിക്കാൻ കാരണം എന്താണ്? ഭൗമവികിരണം, ഈ പ്രവർത്തനമാണ്. ദെൻ മേഘരൂപീകരണത്തിന് കാരണമാകുന്ന പ്രക്രിയ ഏതെന്ന് ചോദിച്ചാൽ അത് ഘനീകരണമാണ്. മേഘങ്ങളെ പറ്റിയുള്ള പഠനമൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ ഇവിടെ ലോജിക്കലായിട്ട് ഓർത്തു നോക്കണം. ഇനി സൂര്യനിൽ നിന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ സൂര്യനിൽ ഭൂമിയിലെത്തുന്ന ഹ്രസ്വ തരംഗങ്ങളായി വികിരണം ആണ് സൗരതാപനം അല്ലെങ്കിൽ ഇൻസൊലേഷൻ എന്ന് പറയും. അപ്പൊ ഈ 4 വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. താപചാലനം എന്താണ്, സംവഹനം എന്താണ്, അഭിവഹനം എന്താണ് ഇൻസൊലേഷൻ. സൂര്യനിൽ നിന്ന് ഭൂമിയിലെത്തുന്ന ഹ്രസ്വ തരംഗങ്ങളായ വികിരണത്തെയാണ് സൗരതാപനം എന്നറിയപ്പെടുന്നത്. അപ്പൊ അത് ഹ്രസ്വ തരംഗങ്ങളായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ദീർഘതരംഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു, പുറത്തു പോകുന്നു. ആ ദീർഘതരംഗങ്ങളായിട്ട് പോകുന്ന ആ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ, ഓക്കെ, ഭൂമി ആഗിരണം ചെയ്ത സൂര്യന്റെ താപം അന്തരീക്ഷത്തിലേക്ക് ദീർഘതരംഗങ്ങളായിട്ടാണ് പോകുന്നതെങ്കിൽ അതാണ് ഭൗമവികിരണം. അന്തരീക്ഷം ചൂട് പിടിക്കാനുള്ള പ്രധാന കാരണം ഭൗമവികിരണമാണ്. ഇനി അന്തരീക്ഷം ചൂട് പിടിക്കുന്നതിൽ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് താപസംനയനം. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അതുമാത്രമല്ല, അന്തരീക്ഷം ചൂട് പിടിക്കുന്ന പ്രധാനപ്പെട്ട പ്രക്രിയകളാണ് അഭിവഹനം, സംവഹനം, ഈ താപചാലനം, വികിരണമൊക്കെ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസ് ആയിട്ട് SCERTയിലെ ബേസ് കണ്ടന്റ് മൊത്തമാണ് പറഞ്ഞത്. അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞത് നിങ്ങൾക്ക് ഇത്തിരി കൺഫ്യൂഷൻ കാണും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. വരാൻ പോകുന്ന മത്സര പരീക്ഷ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.